بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ശഅബാൻ 30 പൂർത്തിയായി. ബുധനാഴ്ച മഗ്‌രിബോട് കൂടി റമദാനിലേക്ക് പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശഅബാൻ 29 ചന്ദ്രോദയമില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കും മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ സൂര്യാസ്തമയ ശേഷം പിന്നെ കാണുക എന്നുള്ളത് ഏതായിരുന്നാലും സാധ്യമല്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശഅബാൻ 30 പൂർത്തിയാകും. ബുധനാഴ്ച മഗ്‌രിബോട് കൂടി റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാനും കഴിയും. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏറ്റവും മഹത്തായ ഇബാദത്തുകൾക്ക് ഒരുങ്ങുന്ന സമയത്ത് ആ ഇബാദത്തുകളെല്ലാം തീർച്ചയായും നമുക്ക് പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്ന രീതിയിലാകണമെങ്കിൽ നമ്മുടെ വിശ്വാസ മേഖലകൾ ശരിയാകണമെന്ന തിരിച്ചറിവിൽ നിന്നാണ് അഹ്ലുസുന്നയും വ്യതിയാന കക്ഷികളും എന്നൊരു വിഷയത്തിൽ ഒരു പഠനം നമുക്ക് അനിവാര്യമായി മാറുന്നത്. ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇമാം ഹാക്കിമും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. യഹൂദികൾ 71 മാറി, നസ്വാറാക്കൾ 72 മാറി. വസതഫ്തരിഖു ഉമ്മത്തി ഇലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അത് യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്തു. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇത് 2, 3, 4 നൂറ്റാണ്ടുകളിലായി തന്നെ ആ ഭിന്നിപ്പുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ത്വാഹിറുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അന്ന് എഴുതിയ കിതാബാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം ആ കിതാബിൽ 72 സംഘങ്ങളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയും അവിടേക്ക് വിശ്വാസങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം അവിടെ വ്യക്തമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമാം ഷഹ്റസ്ഥാനിയുടെ അൽ മിനൽ വൻ നിഹൽ എന്ന ഗ്രന്ഥവും ഇതേ ആശയത്തിലുള്ളവയാണ്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്
മുസ്ലിമീങ്ങളെയും മുസ്ലിക്കീങ്ങളെയും ഒക്കെ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രത്യേകമായി ഗ്രന്ഥം എഴുതുകയും മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തങ്ങളായ വിശ്വാസ മേഖലകളെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുമ്പ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല മഖാലാത്തുൽ ഇസ്ലാമിയ്യ എന്ന പേരിൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘങ്ങളുടെ വാദഗതികളെ വിശദീകരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷവും ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തങ്ങളായ കക്ഷികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതായി കാണാൻ കഴിയും. അതിലൊക്കെ നമ്മുടെ വിശ്വാസം ഏതാകണം, ഏതാണ് അഹ്ലുസുന്ന, ഏതാണ് വഴിമാറി സഞ്ചരിച്ചത് എന്ന വേർതിരിവ് അനിവാര്യമാണ് വിശ്വാസം പഴച്ചു പോകാതിരിക്കാൻ വേണ്ടി. 72 വിഭാഗങ്ങളിൽ ഓരോ വിഭാഗങ്ങളും ഓരോ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ വെച്ചു പുലർത്തിയവരായി ലോകത്ത് കാണാൻ കഴിയും. ഈമാൻ കാര്യങ്ങളുടെ ഏത് മേഖലയിലും അത്തരം വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, അയാൾ കാലാകാലം സ്വർഗത്തിലാണെന്ന് വാദിക്കുന്ന ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരാൾ മുസ്ലിം ആണെങ്കിലും വലിയ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ കാലാകാലം നരകത്തിലാണ്, ഈ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല, ശഫാഅത്തുമില്ല, അയാൾക്ക് മഗ്ഫിറത്തുമില്ല എന്ന് വാദിക്കുന്ന മറുവാദക്കാരൻ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും യാതൊരു കഴിവുമില്ല എന്നും മനുഷ്യനൊരു പ്രവൃത്തിയുമില്ല എന്നും എല്ലാം പടച്ചറബ് മാത്രമാണ് ചെയ്യുന്നത്, മനുഷ്യൻ നിസ്സഹായനാണ്, അതുകൊണ്ട് മനുഷ്യന്റെ ഫിഇലിന് അല്ല മനുഷ്യൻ ശിക്ഷിക്കപ്പെടുക, പടച്ചോന്റെ പ്രവർത്തിക്കാണ് പടച്ചോ മനുഷ്യ മനസ്സിനെ ശിക്ഷിക്കുന്നത് എന്ന് വാദിച്ച് പഴിച്ചുപോയ സംഘങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രവർത്തികളിൽ അല്ലാഹു തആലക്ക് യാതൊരു ഇടപെടലുമില്ല, മനുഷ്യനാണ് എല്ലാം ചെയ്യുന്നത്, പടച്ചറബ് അതിൽ ഇടപെടുന്നേയില്ല. അതിന്റെ എല്ലാത്തിനെയും സ്വാതന്ത്ര്യം പരിപൂർണമായും മനുഷ്യന് മാത്രമാണ് എന്ന് വാദിക്കുന്ന ഖദരികൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ അല്ലേ എന്ന വിഷയത്തിൽ 8 അഭിപ്രായങ്ങൾ ലോകത്ത് വ്യത്യസ്തങ്ങളായ കക്ഷികൾ വെച്ചു പുലർത്തി പോന്നിട്ടുണ്ട്. പടച്ചറബിന്റെ കലാമാണ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസവും ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് വാദിക്കുന്നവർ തന്നെ അതിന് ഏതാ അല്ലാഹുവിന്റെ കലാം? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആ കേൾക്കുന്ന ആ വചനങ്ങൾ പടച്ചോന്റെ കലാമാണോ, ആ അക്ഷരങ്ങൾ അല്ലാഹുവിന്റെ കലാമാണോ, ആ ശബ്ദം അല്ലാഹുവിന്റെ കലാമാണോ, മുസ്ഹഫിൽ എഴുതിയാൽ ആ എഴുതിയ മഷി അല്ലാഹുവിന്റെ കലാമാണോ, തുടങ്ങി വ്യത്യസ്തങ്ങളായ വാദഗതികൾ ആ വിഷയത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏതു മേഖല എടുത്താലും അവിടെയെല്ലാം വഴിമാറി സഞ്ചരിച്ച ധാരാളം സംഘങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി. ഇന്നും അതിന്റെ സ്വാധീനങ്ങൾ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ലോകത്ത് നിലനിൽക്കുന്നുമുണ്ട്. അവിടെയാണ് അഹ്ലുസുന്നയും വ്യതിയാന കക്ഷികളും എന്ന വിഷയത്തിൽ ഊന്നി ഏതാണ് അഹ്ലുസുന്നയുടെ നിലപാട്, എന്താ അഹ്ലുസുന്നയുടെ വിശ്വാസം, ഏതാ അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾ തുടങ്ങി ഈ വിശുദ്ധ റമദാനിലടക്കം നാം ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ശരിയായ വിശ്വാസ മേഖലകളിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂവെന്ന ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, 73 സംഘമായി മാറുമ്പോൾ കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്, ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു സംഘമൊഴികെ ഒരു മാർഗമൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ്. ആ ഒന്നേതാണ്? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നവർ. അതാണ് അളവുകോല്, അതാണ് സ്കെയില്. ആ അളവുകോല് വെച്ചുകൊണ്ട് വേണം വിശ്വാസ മേഖലകളെ നാം പഠന വിധേയമാക്കാൻ. അല്ലാതെ ഒരു പേരിട്ടുകൊണ്ട് ഓരൊക്കെ നരകത്തില് ഇവരൊക്കെ സ്വർഗത്തില് എന്നങ്ങനെ ഒരു നരകത്തിക്കും സ്വർഗത്തിക്കും വേർതിരിക്കാനല്ല ഈ പ്രോഗ്രാം. എന്റെ വിശ്വാസം ശരിയാണോ, എന്റെ ആചാരം ശരിയാണോ, മാ അന അലൈഹി വസ്ഹാബി എന്ന് നബി തങ്ങൾ പറഞ്ഞ അഹ്ലുസുന്നയുടെ അളവുകോലായി പരിചയപ്പെടുത്തിയ അതാണോ ഞാൻ സ്വീകരിക്കുന്നത്? അതല്ല, അതൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും പഠിക്കാതെയും നാട്ടിലൊക്കെ എന്താണോ ഉള്ളത് അതങ്ങനെ സ്വീകരിച്ചു പോകുന്ന രീതിയാണോ നമുക്കുള്ളത് എന്ന ആ പരിശോധനയാണ് സഹോദരൻ ഇന്നത്തെ ഈ പഠന ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അള്ളാഹുവിന്റെ വിഷയത്തിൽ, പ്രവാചകരുടെ വിഷയത്തിൽ, സ്വഹാബിമാരുടെ വിഷയത്തിൽ അങ്ങനെ തുടങ്ങി ഖുർആനിന്റെ, ഹദീസിന്റെ, അവയെ സ്വീകരിക്കുന്നതിന്റെ, അതിന്റെ മൻഹജിന്റെ എല്ലാ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ലോകത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് വാദിക്കുന്ന ലോകത്തുണ്ട്. ഹദീസ് വേണമെന്ന് പറയുന്നവർ തന്നെയും അത് ഭാഗികമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾ തന്നെ ഇന്നുള്ള ഖുർആൻ അത് പരിപൂർണമല്ല എന്ന് വാദിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏത് രംഗത്തും വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളെ സ്വീകരിച്ച കക്ഷികളായി മുസ്ലിം ഉമ്മത്ത് മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറുമെന്നത് നബി തങ്ങളെ പഠിപ്പിച്ച യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്താണ് അഹ്ലുസുന്നയുടെ ശരിയായ നിലപാട്, വ്യതിയാന കക്ഷികൾ ഈ വിഷയത്തിൽ എവിടെയൊക്കെയാണ് വ്യതിയാനം സംഭവിച്ചത് എന്ന ഒരു പഠനമാണ് നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കാൻ. ഒന്നാമതായി എനിക്ക് എന്റെ വിശ്വാസത്തെ ക്ലിയറാക്കാൻ കേൾക്കുന്ന നിങ്ങൾക്ക് കൂടി അതിന് വല്ലതും പഠിക്കാൻ കിട്ടിയാൽ അത് ജീവിതത്തിൽ പാലിക്കാനാണ് ഇതുകൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. ആ നിലക്ക് നാം ഇതിനെ കാണുകയും ആത്മാർത്ഥമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ഗ്രഹിക്കുവാനും അത് കൂടുതൽ പഠിക്കാനും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഒരു ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അതൊന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും ആലോചിക്കാതെ നമുക്കിത് മതി, നമ്മൾ എങ്ങനെയാണ് കാലാകാലങ്ങളായി കാക്കക്കാരന്മാരായി ജീവിച്ചു പോകുന്നത്, എങ്ങനെയാണ് ഇനി അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കാനോ ഒന്നുമില്ല എന്ന മട്ടിലാണെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാവുക എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണമെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിശാലസ്കരിക്കാൻ വേണ്ടി നാം അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വെച്ചത് അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വഴിമാറി സഞ്ചരിച്ച ധാരാളം സംഘങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിത് കേട്ടാൽ അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള വാദങ്ങൾ പോലും ഉന്നയിച്ചവർ ലോകത്ത് കടന്നുപോയി. 72 സംഘങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഇബ്ലീസിയ എന്ന സംഘമുണ്ട് ലോകത്ത് വന്നു പോയത്. പേര് വരാൻ കാരണം അവരെ വാദം ഇബ്ലീസിനെ അല്ലാഹു പഠിച്ചതല്ല എന്നാണ്. ഇബ്ലീസിനെ പഠിച്ചത് അല്ലാഹു അല്ല, പടച്ചോൻ പഠിച്ചതല്ല എന്ന വാദം ഉന്നയിച്ചത് കൊണ്ടാണ് ഇബ്ലീസിയ എന്ന പേര് അവർക്ക് പിന്നീട് വന്നത്. ഒരുപക്ഷെ ആ പേരുകളിൽ ഇന്ന് സംഘങ്ങളില്ലെങ്കിലും ആ വാദങ്ങളെല്ലാം വ്യത്യസ്തമായ രൂപങ്ങളിൽ, ഭാവങ്ങളിൽ പല സംഘങ്ങളിലായി ഇന്നും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് അഹ്ലുസുന്നയുടെ പ്രസക്തിയുള്ളത്. വിശ്വാസ, കർമ്മ, ആചാര, സ്വഭാവ, സംസ്കാര മേഖലകളിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടെന്താണോ ആ നിലപാട് മാത്രമാണ് ശരി, ബാക്കി എല്ലാം തെറ്റായ മാർഗമാണ്. ഖദർ നിഷേധിക്കുന്ന ആളുകൾ വന്നപ്പോൾ ലോകത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. പടച്ച റബ്ബിന്റെ ഖദാ ഖദറൊന്നുമില്ല, റബ്ബ് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സൃഷ്ടിച്ചങ്ങ് വിട്ടു, പിന്നെ അവരിഷ്ടം പോലെ ചെയ്യുകയാണ്, റബ്ബിന് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല എന്ന് വാദിച്ച സംഘമാണ് ഖദരിയാക്കൾ. ആ ഖദരിയത്ത് രംഗത്ത് വന്നു എന്ന് കേട്ടപ്പോൾ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ല, അദ്ദേഹം മദീനയിൽ പരസ്യമായി അങ്ങാടിയിലേക്ക് ഇറങ്ങി പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും, ഖദർ വിശ്വസിക്കാതെ നിങ്ങളൊരാളുടെയും ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. ഉഹദ് മലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും ശരി, അതൊന്നും സ്വീകാര്യമല്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, അല്ലാഹുവിന്റെ ഖദർ വിശ്വസിക്കുന്നതുവരെ ഇതൊന്നും സ്വീകാര്യമായി മാറുകയില്ല. എന്നു മാത്രമല്ല, ഖദർ നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല എന്ന് അങ്ങാടിയിൽ പ്രഖ്യാപിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഖവാരിജുകൾ രംഗത്ത് വന്നു. വലിയ വലിയ പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ഖവാരിജുകളുടെ വാദം. മോഷ്ടിച്ചവൻ കാഫിറാണ്, വ്യഭിചരിച്ചവൻ കാഫിറാണ്, പലിശ വാങ്ങിയവൻ കാഫിറാണ്, അങ്ങനെ തുടങ്ങി വലിയ വലിയ പാപങ്ങൾ ചെയ്തവരൊക്കെ അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവൻ പിന്നെ മുസ്ലിം അല്ല, അവൻ എന്നേക്കുമായി നരകാവകാശിയായി മാറിക്കഴിഞ്ഞു. ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനാണ്, നിത്യവാസിയാണ്, അവൻ ശുപാർശയില്ല, ശഫാഅത്തില്ല
മഗ്ഫിറത്തില്ല, പാപമോചനമില്ല എന്ന് വിശ്വസിച്ചവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വാദപ്രതിവാദം വരെ നടത്തിയ കാലഘട്ടങ്ങളിൽ ശക്തമായി അവരുമായി വൈജ്ഞാനികമായ ഖനനം അദ്ദേഹം നിർവഹിച്ചു. 20,000 ആളുകളാണ് ആ സംവാദത്തിൽ പിന്നീട് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ശരിയായ അഹ്ലുസുന്നയിലേക്ക് മടങ്ങി വന്നത് എന്ന് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസിനെ കൊല്ലാൻ വേണ്ടി പലപ്പോഴായി അവർ പരിശ്രമിക്കുകയും വളരെ മോശമായ ശൈലികളിൽ ഇബ്നു അബ്ബാസിനെ പരിഹസിക്കുകയും അദ്ദേഹത്തെ അങ്ങേറ്റം പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയും ഖവാരിജുകളുടെ നേതാവായ ഇബ്നു അസ്റഖ് എന്ന് പറയുന്ന മനുഷ്യൻ ഇബ്നു അബ്ബാസിന്റെ പിന്നാലെ കൂടി ഇബ്നു അബ്ബാസിനെ തേജോവധം ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായ ശൈലികൾ, അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ, ഇരട്ട പേരുകൾ, പരിഹാസ വചനങ്ങൾ എല്ലാം പ്രയോഗിക്കുകയും അവസാനം ഇവരെ ശല്യം സഹിക്കവയ്യാതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അസ്റഖിനെതിരായി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനാ ഫലമായി വളരെ നീചമായ അവസ്ഥയിൽ ഇബ്നു അസ്റഖ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്ത് ചരിത്രത്തിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയെല്ലാം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷിയാക്കൾ ലോകത്ത് വന്നു, വ്യത്യസ്തങ്ങളായ വാദങ്ങൾ, 12 വാദങ്ങളിലേക്ക് പിന്നീട് ഷിയാക്കൾ ഭിന്നിച്ചു പോയി. ഓരോ സംഘങ്ങൾ ഓരോ വാദങ്ങളുമായി വന്നു. അലിയിൽ ദൈവികമായ അംശമുണ്ട് എന്ന് വാദിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല നബി, അലിയാണ് നബി, ജിബ്രീലിന് ആളുമാറിപ്പോയതാണ്, അങ്ങനെ അലിക്ക് കൊടുക്കേണ്ട വഹ്യ് മുഹമ്മദിന് കൊടുത്തുപോയതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഷിയാക്കളിലുണ്ട്. അലിയാണ് നബിക്ക് ശേഷമുള്ള ഖലീഫയാകേണ്ടത് എന്ന് വാദിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. നബി തങ്ങളുടെ വസിയ്യാണ് അലി, എല്ലാ നബിമാർക്കും ഒരു വസിയ്യുണ്ട്, മുഹമ്മദ് നബിയുടെ വസിയ്യ അലിയാണ് എന്നും ആ അലിയെ ഇവർ മെല്ലെ കുന്തം പ്രയോഗിച്ചുകൊണ്ട് സൈഡാക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് എല്ലാം ചെയ്തത് എന്നും അതുകൊണ്ട് അബൂബക്കർ ഉമറും അടക്കമുള്ളവർ റളിയല്ലാഹു അൻഹുമാ അവർക്ക് ഇസ്ലാം നിന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്ന ആളുകൾ ഷിയാക്കളിലുണ്ട്. ഇനി അലിയാണ് മഹ്ദി എന്ന് വാദിക്കുന്നവർ അവരെ കൂട്ടത്തിലുണ്ട്. അലി വഫാത്തായിട്ടില്ല എന്നും ആകാശ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇടിമിന്നലുണ്ടാകുമ്പോൾ അത് അലിയുടെ ശബ്ദമാണ് എന്നും ഇനി ഖിയാമത്തിന് മുന്നോടിയായി ആ അലി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും വിശ്വസിക്കുന്ന ആളുകൾ ഷിയാക്കളെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളാണ് ഷിയ വിഭാഗം വെച്ച് പുലർത്തുന്നത്. മുഅ്തസിലിയാക്കൾ 12 വിഭാഗങ്ങളായി പിന്നീട് ഭിന്നിച്ചു. ആ 12 വിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളാണ് അവർ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ജഹമികൾ, ജബരികൾ, ജഅദികൾ അടക്കമുള്ള ഇന്നൊരു പക്ഷം നമുക്ക് കേട്ടുപരിചയം പോലും ഇല്ലാത്ത വ്യത്യസ്തങ്ങളായ സംഘങ്ങൾ ലോകത്തുണ്ടായി. ജഅദ് ഇബ്നു ദിർഹം എന്ന് പറയുന്ന മനുഷ്യന്റെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു ജഅദികൾ എന്ന പേര് പിന്നീട് വന്നത്. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തായതിനാൽ ജഅദിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണത്തിൽ ജഅദിന്റെ വികലമായ വാദങ്ങൾ ബോധ്യപ്പെടുകയും ജഅദിനെ പരസ്യമായി വിചാരണ ചെയ്യുകയും പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുകയും തൗബ ചെയ്യാതെ ഉറച്ചു നിൽക്കുകയും എന്റെ വാദമാണ് ശരിയെന്ന് ജഅദ് ശക്തമായി വാദിക്കുകയും നാട്ടിൽ വലിയ ഫിത്നയായി ഒരു വലിയ ഫസാദായി ജഅദ് മാറുകയും ചെയ്തപ്പോൾ അന്നത്തെ ഇസ്ലാമിക ഭരണാധികാരി ദുൽഹിജ്ജ മാസം 10 പെരുന്നാൾ ദിവസത്തില് പെരുന്നാൾ ഖുതുബ നിർവഹിച്ചതിനു ശേഷം അന്നത്തെ ഖലീഫ ഖുതുബയുടെ അവസാനം പ്രഖ്യാപിച്ചു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബലിമൃഗത്തെ ബലിയറുക്കുക. ഞാൻ ജഅദിനെയാണ് ഇന്ന് ബലിയറുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാര ശേഷം മുസല്ലയിൽ വെച്ച് ഈദ്ഗാഹിൽ വെച്ച് പരസ്യമായി ആ ജഅദിനെ അറുക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രയേറെ ഫിത്നയായിരുന്നു ജഅദിനെ കൊണ്ട് അന്ന് മുസ്ലിം ഉമ്മത്തിലുണ്ടായത്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്നിപ്പോ മുസ്ലിമീങ്ങൾ എന്താ, കുറെ സുന്നി, കുറെ മുജാഹിദ്, കുറെ ജമാഅത്ത്, കുറെ തബ്ലീഗ്, ആകെ ഛിന്ന ഭിന്നമായി വല്ലാത്തൊരു ദുരന്തമായി എന്ന് ആളുകൾ പറയാറുണ്ട്. ദുരന്തം തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ കഴിഞ്ഞു പോയ കാലമുണ്ടായിട്ടുണ്ട് അർത്ഥം. വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ, കണ്ടമാനം ആളുകളെ ഈമാൻ തെറ്റിപ്പോകാൻ നിമിത്തമാകുന്ന വികലമായ വാദങ്ങൾ ലോകത്തെമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് അന്ന് പീഡിപ്പിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇത്തരം ഒരു ഭിന്നിപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു. 70-ാമത്തെ വയസ്സിലാണ് ഇമാം അഹ്മദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 2.5 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. ഇത്തരം ഒരു വാദം വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, പടച്ചവന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന ഒറ്റക്കാലത്തലാണ് ഇമാം അഹ്മദിന് ആ രൂപത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്.
ഇമാം ഷാഫിഈ ഷിയാണ് എന്ന് വാദിക്കുകയും അങ്ങനെ തെറ്റായ രൂപത്തിൽ ഇമാം ഷാഫിയെ കുറിച്ച് ആരോപണമുണ്ടാകുകയും ആ ആരോപണത്തെ തുടർന്ന് ഇമാം ഷാഫിയെ പിടിച്ചുകൊണ്ടുപോവുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഇമാം ഷാഫിയെ കൊല്ലാൻ ശ്രമിച്ച് ആ അവസാനം വാളിന്റെ മുനയിൽ നിന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ രക്ഷപ്പെട്ടു പോരുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ അതിശക്തമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അതിശക്തമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കാഫിറാണ് എന്ന ഫത്വകൾ അന്ന് വ്യാപകമായി വന്നിട്ടുണ്ട്. അവസാനം ഇമാം ബുഖാരി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. കാരണം ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ദീനുപ്രകാരം അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓരോ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് മാറി മാറി പോയെങ്കിലും പോകുന്ന പ്രദേശത്തേക്കെല്ലാം ഇത്തരം എതിരാളികളായ ആളുകളുടെ അവരുടെ കളിയുടെ ഭാഗമായി അവിടേക്കെല്ലാം ഇതേ ആഹ്വാനം ഉണ്ടാവുകയും ഒരു നാട്ടിലും ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ 62ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഹിജ്റ 256 അദ്ദേഹം ദുആ ചെയ്തു, പടച്ചവനെ എന്റെ ഭൂമി വിശാലമാണ്, പക്ഷേ ആ ഭൂമിയുടെ വിശാലത എനിക്ക് അനുഭവപ്പെടുന്നില്ല. പഠിച്ച മനസ്സിലാക്കിയ ദീനു പ്രകാരം ജീവിക്കാനും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാഹചര്യമില്ല. ദീനു മാറ്റി പറയാനാണ് അവരെന്നെ നിർബന്ധിക്കുന്നത്. ഞാനിത് തയ്യാറുമല്ല. അതുകൊണ്ട് റബ്ബേ, ഈ വിശാലമായ ഭൂമിയുടെ വിശാലത എനിക്ക് അനുഭവപ്പെടുന്നില്ല. പടച്ചോനെ, ഭൂമി വിശാലമാണെങ്കിലും എനിക്ക് ആ ഭൂമി ഒരു കുടുസായി മാറിയിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീ തീരുമാനമെടുക്കണേ എന്ന് ഇമാം ബുഖാരി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കഴിഞ്ഞ് 1 മാസം തീരും മുമ്പ് ഇമാം ബുഖാരി വഫാത്തായി പോവുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. ഇമാം മുസ്ലിം ശക്തമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജീവിതത്തിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അവസാനം ജയിലിൽ വെച്ചാണ് അദ്ദേഹം വഫാത്താകുന്നത് പോലും എന്നതാണല്ലോ യാഥാർത്ഥ്യം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പലപ്പോഴായി ഉസ്താദിനെ കൂടെ ജയിലിൽ പോകേണ്ടി വന്നവരാണ്. ഇതൊക്കെ എന്തെങ്കിലും തിന്മകളോ തോന്നിവാസങ്ങളോ ചെയ്തിട്ടായിരുന്നില്ല. അഹ്ലുസുന്നയിൽ നിന്ന് വഴിമാറിപ്പോയ വ്യതിയാന കക്ഷികളുടെ ഫിത്നകളും ഫസാദുകളും ചില രാജാക്കന്മാർ ഏറ്റെടുക്കുകയും ചില നാടുകൾ ആ ആശയത്തെ ഔദ്യോഗിക ആശയമായി സ്വീകരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ പ്രയാസങ്ങളായിരുന്നു മുസ്ലിം ലോകത്തിലെല്ലാം. ഒരുപക്ഷെ ഒരു വിഷയത്തിലായിരിക്കാം വ്യതിയാനം ഉണ്ടാവുക. ഇന്നൊരു പക്ഷെ നമുക്കത് ഒരു പ്രശ്നമായി, അങ്ങനെ വിഷയമായി ഒരുപക്ഷെ അറിയുക പോലും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ അറിഞ്ഞും അറിയാതെയും വിശ്വാസ മേഖലകളെ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സ്വീകരിച്ച വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, അത് ഇങ്ങനെയുള്ള വ്യതിയാന കക്ഷികളിൽ ആരെങ്കിലും പറഞ്ഞ വാദമാണോ, അതല്ല ശരിയായ അഹ്ലുസുന്നയുടെ വാദം തന്നെയാണോ എന്ന ഒരു അന്വേഷണം അനിവാര്യമായും ഉണ്ടാകണമെന്നർത്ഥം. ഇസ്ലാമിന് 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമല്ല കഴിഞ്ഞു പോയിട്ടുള്ളത്. ആദർശത്തിന്റെ 1 നൂറ്റാണ്ടെന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി സമ്മേളനം സംഘടിപ്പിച്ച ആളുകൾ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ 1 നൂറ്റാണ്ടല്ല ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ളത്, 114 1400 കൊല്ലം പിന്നിട്ട ഒരു ദീനിലെങ്ങനെയാണ് ആദർശത്തിന്റെ 1 നൂറ്റാണ്ട് എന്ന രൂപത്തിൽ ഇവിടെ എടുത്തു പറയാൻ കഴിയുക? മാത്രവുമല്ല, അത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച ആളുകൾ ആ സമ്മേളനം മുഴുവൻ നിരീക്ഷിച്ചാൽ നമുക്കറിയാം, അവിടെ പ്രവാചകരെയോ സ്വഹാബത്തിനെയോ താബികളെയോ തമിഴ് താബികളെയോ ഇമാം ഷാഫിഈയെ പോലുമോ ഹൈലൈറ്റ് ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനുമല്ല അവിടെ സംസാരിച്ചാലും ശ്രമിച്ചത്. നേരെ മറിച്ച് കഴിഞ്ഞ 100 കൊല്ലങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയ ചില ആളുകളെ നേതാക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവരികയും അവരെ വിഗ്രഹവൽക്കരിക്കുകയും അങ്ങനെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചില ആളുകളെ കൂടി ആ നിലക്ക് പ്രത്യേകമായ ഒരു വലിയ നേതാവായി പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്ന സംസാരങ്ങളും പ്രചാരങ്ങളുമാണ് നമുക്ക് ആ സമ്മേളനത്തിൽ വ്യാപകമായി കേൾക്കാൻ സാധിച്ചത്. അതിനപ്പുറത്ത് നബിതങ്ങളുടെ മാർഗത്തിലേക്ക്, സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക്, താബീകളുടെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കാനും ആ വിശ്വാസമാണ് തങ്ങൾ സ്വീകരിച്ച വിശ്വാസമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേദനാജനകം തന്നെയാണ്. ഏത് വിഷയത്തിലും ഇസ്ലാമിന്റെ പാരമ്പര്യം 1400 മുമ്പിലേക്കാണ്. എന്തുകൊണ്ട് നീ ഇങ്ങനെ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നു, എന്തേ നീ ഇങ്ങനെ ചെയ്യുന്നു, എന്തേ നീ ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിക്ക് പറയാനുള്ള മറുപടി 114 മുമ്പത്തെ മാതൃകയായിരിക്കണം. അതാണ് മാ അന അലൈഹി വ അസ്ഹാബി. ഏത് വിഷയത്തിലും എത്ര ചെറിയ കാര്യമെന്ന് തോന്നിയ വിഷയങ്ങളാണെങ്കിൽ പോലും
അതിനെല്ലാം മറുപടി 1400 കൊല്ലം മുമ്പേക്ക് അതിനെ മടക്കാൻ കഴിയുമെങ്കിൽ അതാണ് ശരിയായ ആദർശ നിലപാട്. വെള്ളം കുടിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ടാണ് നമ്മൾക്ക് വെള്ളം കുടിക്കലുള്ളത്. ഏതെങ്കിലും ചോദിക്കുക, എന്താണോ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്? ആ ചോറ് നിന്ന് ആ കൈ കൊണ്ട് തന്നെ എന്താ ഗ്ലാസ് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താ? 1400 കൊല്ലം മുമ്പ് എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നബിതങ്ങൾ വെള്ളം കുടിച്ചത് അങ്ങനെയാണ്. എന്നോട് പ്രത്യേകം കൽപ്പിച്ചത് അങ്ങനെയാണ്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് പിശാച്ചാണ് എന്ന നബിതങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. ആ വിഷയം മുതൽ ഏതു കാര്യമെടുത്താലും ശരി നമ്മുടെ മറുപടി അതായിരിക്കും. അതാണ് അഹ്ലുസുന്ന, അതാണ് ശരിയായ ആദർശ നിലപാട്. ആ നിലപാടിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ സമാധാനിക്കാം. പക്ഷെ അങ്ങനൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല, നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു. എന്താ വിശ്വാസം? അതൊന്നും അറിയില്ല. എന്താ കർമ്മങ്ങൾ? അതൊന്നും അറിയില്ല. എല്ലാവരും ചെയ്യുന്നപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഇല്ല, അത് പോരാ. ഖബറിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ കിതാബിനെ പറ്റി ചോദ്യമുണ്ട്. അവിടെ മുനാഫിക്കായ സംശയാലുവായ ആളുകളെ മറുപടി അവര് പറയുമെന്നാണ്. ആളുകൾ പലതും പറഞ്ഞു കേട്ടു, അപ്പൊ ഞാനും അത് പറഞ്ഞു. അതിനപ്പുറത്ത് എനിക്കറിയില്ല. വിശ്വാസിയുടെ മറുപടിയോ, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ പാരായണം ചെയ്തു, ഞാനത് പഠിച്ചു, അത് പ്രകാരം ഞാൻ അമൽ ചെയ്യുകയും ചെയ്തു എന്നാണ് മുഅ്മിനിന്റെ മറുപടി. ഖബറിൽ വെച്ച് അല്ലാത്തവനോ ആളുകൾ പലതും പറഞ്ഞത് കേട്ടു, ഞാൻ അതങ്ങ് പറഞ്ഞു, അതിനപ്പുറത്ത് മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് നമ്മൾ മാറിക്കൂടാ. അഹ്ലുസുന്നയെ സംബന്ധിച്ച് അതിലെ പ്രമാണങ്ങൾ അടിസ്ഥാനമായി രണ്ടെണ്ണമാണ്. ഒന്ന് കിതാബ്, രണ്ട് അല്ലാഹുവിന്റെ സുന്നത്ത്, റസൂലിന്റെ സുന്നത്ത്. ഇതാണ് അഹ്ലുസുന്നയുടെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ. ബാക്കിയെല്ലാം അനുബന്ധ പ്രമാണങ്ങളാണ്. ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണമാണ്. അഥവാ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഇജ്മാഉ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഖിയാസ്, അതാണ് പ്രമാണം. സ്വതന്ത്രമായ പ്രമാണങ്ങളല്ല അർത്ഥം, അനുബന്ധമാണ്. സ്വതന്ത്ര പ്രമാണങ്ങൾ കിതാബും സുന്നത്തുമാണ്. അല്ലാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത്, ഖുർആനിലും ഹദീസിലും എന്താണോ സ്ഥിരപ്പെട്ടത്, അതാണ് ദീന്, അതാണ് ദീനിന്റെ അടിസ്ഥാനം. അൽ ഇൽമു മാ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇൽമെന്ന് പറഞ്ഞാൽ, അറിവെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അറിവ്. അതിനപ്പുറമുള്ളൊന്നും അറിവായി സ്വീകരിക്കപ്പെടുകയില്ല. അതിലേക്ക് ചേർത്തി വെക്കുന്നത്, അതിനെ കൂടെ നിൽക്കുന്നത്, അതിനെ വിശദീകരിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് സ്വീകാര്യയോഗ്യമായ അറിവ്. അതല്ലാതെ അത് മാറ്റിവെച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് വർത്തമാനം പറയാൻ ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല. ഇമാം മാലിക് റഹിമഹുള്ളയാണ് ജീവിതത്തിൽ ഏറ്റവും അധികം ലാ അദ്രി എന്ന് പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയത്. എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ഇമാം മാലിക് റഹിമഹുള്ള മദീന പള്ളിയിൽ നബിതങ്ങളുടെ മിമ്പറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ദീന് പഠിപ്പിച്ചിരുന്ന ഇമാം മാലിക് റഹിമഹുള്ള ഇമാം ഷാഫിയുടെ ഉസ്താദ് കൂടിയാണ് അദ്ദേഹം. ആ ഇമാം മാലിക് റഹിമഹുള്ള ജീവിതത്തിൽ ഏറ്റവും അധികം നൽകിയ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ്. പല ചോദ്യങ്ങൾ വരുമ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി അതായിരുന്നു. ഒരിക്കൽ ചോദിക്കുന്ന അദ്ദേഹത്തോട്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ വലിയ ആലിമായിട്ട് എനിക്കറിയില്ല എന്ന് പറയാൻ ലജ്ജയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഞാൻ എന്ത് ലജ്ജിക്കണം? അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിക്കാതെ പറഞ്ഞ മറുപടിയാണിത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. റബ്ബേ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് മലക്കുകൾ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ പിന്നെ ഈ മാലിക് എന്തിനാണ് ലജ്ജിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള അന്നതിൽ പ്രതികരിച്ചതായി കാണാൻ സാധിക്കുന്നത്. ആ ഒരു മാതൃകയാണ് നമുക്കിവിടെയും സ്വീകരിക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദീൻ എന്ന പേരിൽ കൊണ്ടടക്കുന്ന പല കാര്യങ്ങളും അഹ്ലുസുന്ന എന്ന ഒരു ലേബലൊട്ടിക്ക എന്നല്ലാതെ അഹ്ലുസുന്നയ്ക്ക് പരിചയമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ യാതൊരു പരിചയവുമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഷിയ വിശ്വാസങ്ങൾ, ഖവാരിജ് വിശ്വാസങ്ങൾ, മുഅ്തസിലി വിശ്വാസങ്ങൾ, ഖദരി വിശ്വാസങ്ങൾ, ജബരി വിശ്വാസങ്ങളെല്ലാം ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഷിയാക്കൾ പ്രചരിപ്പിച്ച, ഷിയാക്കൾ ഏറ്റെടുത്ത, അവർ ആശയമായി സ്വീകരിച്ച പലതും ഇന്ന് അതേപടി നമ്മുടെ ഉമ്മത്തിൽ വ്യാപകമാണ്. പല വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കാര്യപ്പെട്ട ഒരു വാദമാണല്ലോ കൊടുത്ത കഴിവെന്ന് ചോദിക്കാം. റബ്ബല്ലാത്ത ആളുകളോട് ചോദിക്കുന്നവർ
മരിച്ചുപോയ മഹാന്മാരോട് ഖബറാളികളോട് തേടുന്നവർ പറയുന്ന ന്യായം എന്താ? കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വാദം അംഗീകരിക്കണമെങ്കിൽ ഷിയായിസം അംഗീകരിക്കണം, ജബരിയത്ത് അംഗീകരിക്കണം, അശ്രിയത്ത് അംഗീകരിക്കണം, മാതുരിയത്ത് അംഗീകരിക്കണം. എന്നാലും അല്ലാതെ ഈ വാദം പറയാൻ കഴിയില്ല. അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞ അടിസ്ഥാനങ്ങളെ സ്വീകരിച്ചാൽ ഈ ഒരു വാദം തന്നെ പറയാൻ സാധ്യമല്ല. അതാണ് അടിസ്ഥാനം. ഒന്നാമതായി റബ്ബിനോട് മാത്രമേ തേട്ടമുള്ളൂ അഹ്ലുസുന്നക്ക്. റബ്ബല്ലാത്തവർ തേട്ടമില്ല. കാരണം അല്ലാഹു തആലയാണ് റബ്ബ്. അവൻ റബ്ബാകണമെങ്കിൽ തീർച്ചയായും ഉണ്ടാവേണ്ടുന്ന അനിവാര്യമായ ചില ഗുണങ്ങളുണ്ട്. അല്ലാത്തവർ റബ്ബാകാൻ പറ്റൂല. റബ്ബ് എന്തായാലും ഖാലിഖായിരിക്കണം. ഖാലിഖ് അല്ലാത്തവർ റബ്ബാകൂല. സൃഷ്ടിക്കാത്തവൻ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖാലിഖായവനെ റബ്ബാകൂ, റാസിഖായവനെ റബ്ബാകൂ, മാലിക്കായവനെ റബ്ബാകൂ, മുദബ്ബിറായവനെ റബ്ബാകൂ, മുഹിയായവനെ റബ്ബാവുകയുള്ളൂ, മുമീത്തായവനെ റബ്ബാവുകയുള്ളൂ. അല്ലാത്തവൻ റബ്ബാകൂല. റബ്ബിനുണ്ടാവേണ്ട അനിവാര്യമായ ഗുണങ്ങളാണ് അവൻ സൃഷ്ടിക്കുന്നവനായിരിക്കണം, അവൻ കഴിവുള്ളവനായിരിക്കണം, അവൻ ഉപജീവനം നൽകുന്നവനായിരിക്കണം, ജീവിപ്പിക്കുന്നവനായിരിക്കണം, മടിപ്പിക്കുന്നവനായിരിക്കണം, മുദബ്ബിർ എല്ലാം നിയന്ത്രിക്കുന്നവനായിരിക്കണം. അല്ലാത്തത് റബ്ബാകാൻ കഴിയില്ല. അല്ലാഹ് റബ്ബുൽ ആലമീനാണ് ഇത് സമ്മതിക്കുന്ന അഹ്ലുസുന്നയെ സംബന്ധിച്ച് പിന്നെ അല്ലാഹുവിന്റെ ഖാലിഖ്, അല്ലാഹുവിന്റെ റാസിഖ്, അല്ലാഹു അല്ലാഹുവിന്റെ മുദബ്ബിർ ഇല്ല, ആലോചിക്കാൻ പോലും പറ്റൂല. അതില്ലെങ്കിൽ പിന്നെ തേട്ടവുമില്ല. ഇതെല്ലാം റബ്ബാണ്. അതുകൊണ്ട് എന്റെ തേട്ടം റബ്ബിനോട് മാത്രം. അതാണ് തൗഹീദ് റുബൂബിയ്യത്തും തൗഹീദ് ഉലൂഹിയത്തും തമ്മിലുള്ള ബന്ധം. അതാണ് റബ്ബല്ല മാത്രം, ഖാലിഖല്ല മാത്രം, റാസിഖല്ല മാത്രം, മുദബ്ബിറല്ല മാത്രം, മുഹീയല്ല മാത്രം, മുമീത്തല്ല മാത്രം, മുജീറല്ല മാത്രം. അതുകൊണ്ട് എന്റെ തേട്ടങ്ങൾ അവനോട് മാത്രം. അതല്ല വേറെ ഖാലിഖ് ഉണ്ട് വന്നാലോ അവനോടും തേടാം, വേറെ മുദബ്ബിർ ഉണ്ട് വന്നാലോ അവനോടും തേടാം. അതുകൊണ്ടാണ് റബ്ബല്ലാത്തവരെ തേടുന്നവർ അവർക്കെല്ലാം ഇത്തരം ഗുണങ്ങളെ വകവെച്ച് കൊടുക്കേണ്ടി വരുന്നു. സി എം മടവൂര് മുദബ്ബിറാണ് എന്ന് ഒരു വാദം എന്തുകൊണ്ട് വന്നു? മുദബ്ബിറായെങ്കിലേ തേടാൻ പറ്റൂ, മുദബ്ബിറായെങ്കിലേ തേടാൻ പറ്റൂ, കഴിവുണ്ട് വന്നാലേ തേടാൻ പറ്റൂ. അല്ലാഹ് പഠിപ്പിച്ചതോ വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും പടച്ച റബ്ബിനു മാത്രമാണ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ യാതൊരു കഴിവുമില്ല, ശക്തിയുമില്ല. ഇത് അംഗീകരിക്കുന്ന ഒരാൾക്ക് പിന്നെ റബ്ബല്ലാത്ത ഒരാൾക്ക് തേടുക എന്ന വിഷയം തന്നെ വരുന്നില്ല. എന്നാൽ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കഴിവ് സ്ഥാപിക്കാനാണ്. കൊടുത്തിട്ടില്ലാത്ത, കൊടുക്കയില്ലാത്ത, കൊടുക്കാൻ പറ്റാത്ത ഒരു കഴിവിനെ കൊടുത്തു എന്ന് വാദിക്കുകയും എന്നിട്ട് അതിനടിസ്ഥാനത്തിൽ ചോദിക്കുകയുമാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുത്ത കഴിവ് വേറുണ്ട്, അതിനോട് ചോദിക്കൂല. ഇത്തരം ആളുകളാവട്ടെ ആ യഥാർത്ഥത്തിൽ കൊടുത്ത കഴിവിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ്. കൊടുത്ത കഴിവേതാ? അല്ലാഹു തആല മനുഷ്യന്മാരാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കാവട്ടെ, മറ്റേത് പടപ്പാകട്ടെ, പടപ്പുകൾക്ക് റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത ഒരു സംവിധാനമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് സാക്ഷാൽ കൊടുത്ത കഴിവ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് റബ്ബ് തന്നൊരു കഴിവാണ്. കേൾക്കാനുള്ള കഴിവും പറയാനുള്ള കഴിവും അല്ലാഹ് നിശ്ചയിച്ചു തന്ന ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ആർക്കുണ്ടോ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു തആല ഒരാളെയും കീർത്തിക്കുകയില്ല ഇല്ലാ വുസ്അഹാ, അവരെ കഴിവിനനുസരിച്ചല്ലാതെ കീർത്തിക്കുകയില്ല. അവരുടെ കഴിവുണ്ട് മനസ്സിലായി. വലാ തുഹമ്മില്ല മാ ലാ ത്വാഖത ലനാ ബിഹി, റബ്ബേ കഴിയാത്ത കാര്യം നീ ഞങ്ങളെ മേൽ വഹിപ്പിക്കല്ല. അപ്പൊ മറുവശം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഹജ്ജ് നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഅബയിൽ പോയി ഹജ്ജ് ചെയ്യൽ ആളുകൾക്കുള്ള കടമയാണ്, ബാധ്യതയാണ്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ടുള്ള വഴിയാൽ കഴിവുള്ള ആളുകൾക്കാണ് നിർബന്ധമുള്ളത്. അപ്പൊ കഴിവുള്ളവർക്ക് എന്ന് പറയുമ്പോൾ ഒരു കഴിവ് ഇവിടെ ഉണ്ട്, മറ്റൊരു കഴിവില്ല, അത് വ്യക്തമാണ്. എന്നാൽ അശ്അരി വാദപ്രകാരം ഇങ്ങനത്തെ ഒരു കഴിവുമില്ല. നമ്മൾക്ക് നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ
മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഫോം ഒപ്പിട്ട് കൊടുക്കണം. ആ ഫോമിൽ കാണാം വിശ്വാസരംഗത്ത് അശ്അരി മാതുരീദി 2-1, കർമ്മരംഗത്ത് 4-1 അംഗീകരിക്കാം എന്ന് എഴുതി ഒപ്പിട്ടെങ്കിലേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മദ്രസയെ പഠിപ്പിക്കുന്ന സമസ്തന്റെ സിലബസിലൊക്കെ ഈ യാഥാർത്ഥ്യമുണ്ട്. എന്താ അശ്അരി മാതുരീദി? ഈ അശ്അരി മാതുരീദി പ്രകാരം ആർക്കും യാതൊരു കഴിവുമില്ല, ഒരു കഴിവില്ല, ഒന്നിനും കഴിവില്ല. എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ കഴിവില്ല, തീയിന് കളിക്കാൻ കഴിവില്ല, വെള്ളത്തിന് ദാഹം മാറ്റാൻ കഴിവില്ല, ആർക്കും ഒരു കഴിവുമില്ല. പടച്ചറബ് അപ്പങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു കഴിവ് നേരത്തെ കൊടുത്തിട്ടില്ല എന്നാണ് അശ്അരിയത്ത്. ആ അശ്അരിയാകണമെന്ന് ഒപ്പിട്ട മനുഷ്യന്മാരാണ് പറയണത് കൊടുത്ത കഴിവെന്ന് ചോദിക്കുക. ഒരസുര പ്രകാരം കൊടുത്ത കഴിവ് എന്ന സംഗതിയേ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റവും ഇവിടെ ഇല്ല എന്നാണ്. ആർക്കും ഒന്നിനും ഏതിനും ഒരു കഴിവുമില്ല എന്നാണ് അശ്അരിയത്ത്. അപ്പൊ അല്ലാഹ് കൊടുത്തു എന്ന് അല്ലാഹ് പറഞ്ഞതിനെ നിഷേധിച്ചു. ഒരിക്കലും കൊടുക്കൂല എന്നുള്ളതോ അത് കൊടുത്തു നാക്കുകയും ചെയ്തു. അല്ലാഹ്ക്ക് മാത്രമുള്ള കഴിവ് അതാണ് കൊടുക്കാത്ത കഴിവ്. അത് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്താൽ പിന്നെ അല്ലാഹ് പങ്കുകാരനെ സ്വീകരിച്ചു. പഠിച്ചവനാണ് ഖാദിർ, അവനാണ് മുഖ്തദിർ, അവനാണ് ഖുദ്റത്തുള്ളവൻ, അവനാണ് ഖുവ്വത്തു അന്നൽ ഖുവ്വത്തു ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞ ഖുവ്വത്ത് ഒരു പടപ്പിനും കൊടുക്കാത്ത കഴിവ്, ഒരു മനുഷ്യനും കൊടുക്കാത്ത കഴിവ്, ഒരു ജിന്നിനും കൊടുക്കാത്ത കഴിവ്, ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കഴിവ്, അതാണ് അഭൗതികമായ കഴിവ് എന്നാണ്. അത് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുന്ന ബലവാദം. അപ്പൊ എന്തായി? അല്ലാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിക്കുമെന്നാണല്ലോ അതിന്റെ മറുവശം. അത് വലിയ വിരോധാഭാസമാണ്. സഹോദരങ്ങളെ, സംഘാടകർ നമ്മളെ സമീപിക്കുക ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് വേണ്ടിയാണ്. എല്ലാവരും കഴിവനുസരിച്ച് ആത്മാർത്ഥമായി സഹകരിക്കുക. റബ്ബ് കബൂലാക്കുമാറാകട്ടെ. അവ കൊടുത്തുവെന്ന് അല്ലാഹും റസൂലും പറഞ്ഞതിനെ നിഷേധിക്കുന്നു. ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത, കൊടുത്ത സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിക്കലായി മാറുന്ന കഴിവ്, ആ കഴിവിനെ കൊടുത്തു എന്ന് വാദിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. CM ആണ് ഒരു ലോകമൊത്തം എന്തിക്കാളെ കഴിവ് അല്ലാഹ് കൊടുത്തുന്ന ഒരു വാദിക്കണം. അത് കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ പിന്നെ അല്ലാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ കഴിവ് ഒരു പടപ്പിനെ കൊടുത്ത അതിനർത്ഥം എന്താണ്? അല്ലാഹു തആല സ്വയം ഒരു ശരീക്കിനെ, സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചുവെന്നല്ലേ ഉണ്ടാവുന്നല്ലോ. ലോകത്ത് എവിടെ വിളിച്ചാലും കേൾക്കാൻ, എല്ലാം കാണാൻ, എല്ലാം അറിയാൻ, എല്ലാം നിയന്ത്രിക്കാൻ, എല്ലാത്തിനും ഇടപെടാൻ കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിക്ക് നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അല്ലാഹു തആല സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണ്. ഭാഷകൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, സമയങ്ങൾക്കതീതമായി, ഏത് നിമിത്തമില്ലാതെ ലോകത്ത് എവിടെ എപ്പോൾ ആരെങ്ങനെ വിളിച്ചാലും ആ വിളിയെല്ലാം കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിയുക എന്നത് അല്ലാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അത് അല്ലാഹു തആല ഒരു സൃഷ്ടിക്ക് നൽകിയെന്ന് വിശ്വസിച്ചാൽ അതിനർത്ഥം അല്ലാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണ്. അതുണ്ടാവില്ല. പക്ഷെ അതാണ് നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നത്. എവിടുന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുമെന്നാണ്. വല്ലാ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി, ആ വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാണ്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല, ഇനി പറഞ്ഞാലും അതൊട്ട് സ്വീകാര്യവുമല്ല. ഇത് ഉണ്ടാകണമെങ്കിൽ ലോകത്ത് ഏത് നാട്ടിൽ നിന്ന്, ഏത് സമയത്ത്, ഏത് ഭാഷയിൽ, എന്താവശ്യത്തിന് ആര് വിളിച്ചാലും ശരി, ആ വിളിയെല്ലാം കേൾക്കാനും വേർതിരിച്ചറിയാനും ഉത്തരം ചെയ്യാനും കഴിയണമെങ്കിൽ ഭാഷ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യ പ്രശ്നമല്ല, അതൊന്നുമില്ലാതെ എല്ലാം കേൾക്കാനും കാണാനും അറിയാനും ഇടപെടാനും സാധിക്കുക എന്ന കഴിവ് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് മുഹീദ്ദീൻ ശൈഖ് ഉണ്ട് എന്ന് ഒരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിന് തുല്യനായ മറ്റൊരു ശക്തിയെ അല്ലാഹ് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കേണ്ടി വരും. അല്ലാഹ് സ്വയം ഒരു പങ്കുകാരനെ അല്ലാഹ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ അല്ലാഹ് നബിനെ പറഞ്ഞത് പറയാ ശിർക്ക് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. അത് വൈരുദ്ധ്യല്ലേ? അല്ലാഹ് അമ്പിയാക്കളെ പറഞ്ഞേക്ക് എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹ ഇല്ല, റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു പങ്കുകാരില്ല എന്ന് പഠിപ്പിക്കാൻ അമ്പിയാക്കളെ വരിക. നരക സ്വർഗം വേർതിരിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പങ്കു ചേർത്തവൻ നരകത്തിലാണ്, അല്ലാത്തവൻ സ്വർഗത്തിലാണ്. മുസ്ലിമെന്നും കാഫിറെന്നും വേർതിരിയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഷഹാദത്ത് അറിഞ്ഞ് അംഗീകരിച്ചു പ്രഖ്യാപിച്ചാൽ ഓ മുസ്ലിമായി, അല്ലേ ഓ മുസ്ലിം അല്ല.
ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും എല്ലാം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അപ്പുറത്ത് അല്ലാഹു തആല സ്വയം ഒരു പങ്കുകാരൻ സ്വീകരിക്കുകയും ചെയ്യുക എന്നൊന്നുണ്ടാവും. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവ് തന്നെ നിഷേധിക്കുന്ന ആളുകളാണ് ഒരിക്കലും കൊടുക്കാൻ വകുപ്പില്ലാത്ത കഴിവിനെ മഹാന്മാർക്ക് ചാർത്തി കൊടുക്കുന്നത്. ഇനി മൂന്നാമതൊരു അപകടം, ഞാൻ അള്ളാഹ് അങ്ങനെ കൊടുത്തു എന്നുള്ള വാദം സമ്മതിക്കുക, എന്നാൽ കൊടുത്ത കഴിവെന്ന് ചോദിക്കുക എന്ന് പറയുമ്പോ ആ കൊടുത്തത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ലോകത്തുള്ള എന്തും ചോദിക്കാതെ, ജോലി ശരിയാവാനും രോഗം മാറാനും കുട്ടികളുണ്ടാവാനും വിസ കിട്ടാനും കടം വീടാനും ബിസിനസ്സിൽ മെച്ചപ്പെടാനും ബറക്കത്തുണ്ടാകാനും ഹിദായത്ത് കിട്ടാനും ഈമാൻ കിട്ടാനും സ്വർഗത്ത് കടക്കാനും എല്ലാത്തിനും ചോദിക്കാം മഹാന്മാരുണ്ട്. അപ്പൊ പിന്നെ കൊടുത്ത കഴിവിന് എന്താ പ്രസക്തി ഉള്ളത്? ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ അത് ചോദിക്കാതെ സമ്മതിച്ചാൽ പോലും എങ്ങനെ എല്ലാം കൂടി ചോദിക്കല് വരിക? നാലാമത്, ആർക്കൊക്കെ കൊടുത്തു അതിന് വല്ല നിബന്ധന പറ്റുണ്ടോ? ഈ കബറക്കിടക്കുന്ന മനുഷ്യനെ കൊടുത്തോ കൊടുത്തില്ലേ? ആരാ നമ്മോട് പറഞ്ഞത്? CM അടവൂരാനെ കഴിവ് കിട്ടിയോ കിട്ടിയില്ലേ? ആരാ പഠിപ്പിച്ചത്? മൊഹീദ്ദീൻ ശൈഖിനെ കഴിവുണ്ടോ ഇല്ലേ? ആരാ പഠിപ്പിച്ചത്? ഈ 4 അപകടങ്ങളിലാണ് കൊടുത്ത കഴിവെന്ന് ചോദിക്കുക എന്ന വാദം നിലക്കുന്നത്. ഇനി ഈ വാദം അഹ്ലുസുന്നയ്ക്ക് പരിചയമുണ്ടോ? ഇല്ല. ഈ വാദം ഷിയാക്ക ലോകത്താദ്യമായി കൊണ്ടുവന്നത്. ഷിയാക്കളാണ് ലോകത്താദ്യമായി ഈ വാദം കൊണ്ടുവന്നത്. മുദബ്ബിർ വാദം ഷിയാക്കളുടെ വാദമാണ്. ഷിയാക്കൾ പറഞ്ഞു അല്ലാഹു തആല ആകെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയെ മാത്രമാണ്. മുഹമ്മദ് നബിയാണ് പിന്നെ ബാക്കി പഠിച്ചത്. മുഹമ്മദ് നബി അലിയെ പഠിച്ചു, അലി ബാക്കിയെല്ലാം പഠിച്ചു എന്ന് ഒരു കൂട്ടർ. അല്ല, മറ്റൊരു കൂട്ടർ അതല്ല, അല്ലാഹു തആല അലിയെ പഠിച്ചു, എന്നിട്ട് ബാക്കി മൊത്തം കാര്യം അതിനെ ഏൽപ്പിച്ചു, പിന്നെ ബാക്കി എല്ലാം അലിയാണ് ചെയ്തത്. അവിടെ അലി മുദബ്ബിറു സാനി, രണ്ടാം മുദബ്ബിറാണ് എന്ന് വാദിക്കുന്നവർ ഷിയാക്കളുണ്ട്. ഒന്നാം മുദബ്ബിർ അല്ലാഹ്, രണ്ടാം മുദബ്ബിർ അലി. അതെങ്ങനെ? അല്ലാഹ് അലിയെ പഠിച്ചു, അലി ഏൽപ്പിച്ചു ബാക്കി, പിന്നെ ബാക്കിയെല്ലാം അലി പഠിച്ചു. അപ്പൊ അലിയാണ് രണ്ടാം മുദബ്ബിർ. മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ഷിയാക്കളാണെങ്കിലോ അലി മൂന്നാം മുദബ്ബിർ. ഒന്നാം മുദബ്ബിർ അല്ലാഹ്, രണ്ടാം മുദബ്ബിർ നബി, മൂന്നാം മുദബ്ബിർ അലി. ഏതായാലും മുദബ്ബിർ വാദം കൊണ്ടുവന്നവർ ഷിയാക്കളാണ്. നമ്മൾ അതിനിപ്പോ ആയത്തോടെ നിൽക്കാൻ മാറ്റും ഉസ്താദുമാർ. CM അടവൂര് മുദബ്ബിർ ആലമാണെന്ന് പറഞ്ഞതിന് ആയത്തോതി ഹദീസ് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അഹ്ലുസുന്നയുടെ അല്ലാത്ത വാദം സ്വീകരിച്ചിരിക്കുന്ന അർത്ഥം. അഹ്ലുസുന്ന ഒരു സ്ഥലത്തും ഈ വാദം കാണൂല. 4 മദ്ഹബിലെ ഇമാമിങ്ങൾ ഇങ്ങനത്തെ വാദം പറഞ്ഞിട്ടില്ല. ഇമാം അബൂ ഹനീഫയോ ഇമാം മാലിക്കോ ഇമാം ഷാഫിഇയോ ഇമാം അഹ്മദോ അതേപോലെ മറ്റു ഫിഖഹിന്റെ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, അഖീദ പണ്ഡിതന്മാർ അടക്കമുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ ഒരാളുടെയും കിതാബുകളിൽ ഇത്തരമൊരു വാദം എവിടെയും കാണാൻ കഴിയും. നബി തങ്ങൾ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, ശേഷക്കാരെ കൊണ്ട് പരിചയവുമില്ല. ഷിയാക്കളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആ വാദം കാണുക. ഒരു ആത്മാർത്ഥമായ അന്വേഷണത്തിന് തയ്യാറായാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും. ആ ഷിയാക്കൾ ഈ വാദം കൊണ്ടുവരികയും ശിർക്ക് അപ്പുറമായിട്ട് കൽപ്പിക്കുകയും ചെയ്തു. അലിയെ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് മുദബ്ബിർ ആലം എന്ന സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഷിയാക്കൾ വെച്ചു കൊടുത്തു. എന്നിട്ട് അലി കുടുംബത്തിന് അതിന് താഴെയുള്ള മഹത്വങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. അലിയുടെ മക്കളാണ് കാലാകാലം ഖലീഫമാരാവുക, 12 ഇമാമിയങ്ങൾ ഇവരിൽ നിന്ന് വരുമെന്ന് ഷിയാക്കൾ വാദിച്ചു. അലി കുടുംബത്തിൽ നിന്ന് 12 ഇമാമുമാര് വരും, അവരാണ് ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നവർ വാദിച്ചു. ആ 12 ഇമാമിയങ്ങളും മഅ്സൂമികളാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന ഷിയാക്കളമാണ്. തെറ്റുപറ്റൂല, അതുപോലെ എന്ത് പറഞ്ഞാലും സ്വീകരിച്ചോളാം, അവരെന്ത് കൽപ്പിച്ചാലും അംഗീകരിച്ചോളാം, മഅ്സൂമാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന് അവർ വാദിക്കുന്നു. എന്നിട്ട് ആ ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളക്കഥ ഉണ്ടാക്കും. അതൊക്കെ സ്വീകരിക്കാൻ ഷിയാക്കൾ ബാധ്യസ്ഥര. കാരണം എന്താ? ഇമാമ തെറ്റുപറ്റാത്തവരാണ്. അപ്പൊ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കാൻ അലി പറഞ്ഞിരിക്കുന്നു, ഹസൻ ഹുസൈൻ പറഞ്ഞിരിക്കുന്നു, അതേപോലെ മുസ്ലിം കാസിം പറഞ്ഞിരിക്കുന്നു, സൈനുൽ ആബിദീൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ പടച്ചുവിട്ടു. അവരൊക്കെ മഅ്സൂമീങ്ങൾ, തെറ്റുപറ്റാത്തവർ. അതുകൊണ്ട് അവര് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അംഗീകരിച്ചേ പറ്റൂ. ഇതാ ഷിയാക്കളുടെ ബേസ്. അതേ അടിസ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ വന്നത്. എന്നിട്ട് ഈ ഇമാമികൾ മരിക്കുമ്പോൾ ആ ഇമാമികളെ ഖബറ് കെട്ടിയുയർത്തി ലോകത്ത് 1ാമത്തെ ജാറമുണ്ടാക്കിയത് ഷിയാക്കളാണ്. ഈ ഉമ്മത്തിന്
ഒന്നാമത്തെ ജാറം ഏതാണ് എന്ന് ഒരു ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ വേണ്ട, ഇന്നത്തെ കാലത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടുമത്. ലോകത്ത് ആദ്യമായി ഉണ്ടായ ഈ ഉമ്മത്തിലെ കെട്ടിയുയർത്തപ്പെട്ട ഖബർ അന്വേഷിച്ചാൽ ഹിജ്റ 300-കളിൽ ഇറാഖിലെ നജഫിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരിലുള്ള വ്യാജമായ ഖബറായിരുന്നു. ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ വ്യാജമായ ഖബറുണ്ടാക്കി കെട്ടിയുയർത്തി ജാറമാക്കി മാറ്റി. അതാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം. അതിനു മുമ്പ് ജാറമില്ല. ഒറ്റ സ്വഹാബിക്ക് അതിനു മുമ്പ് ജാറം ഉണ്ടായിട്ടില്ല. ഒരു താബിഈക്ക് ജാറമുണ്ടായിട്ടില്ല. ഇമാം ഷാഫിഈ 204-ലാണ് വഫാത്തായത്. ഇമാം ഷാഫിക്ക് അക്കാലത്ത് ജാറം ഉണ്ടായിട്ടില്ല. ചില ഉസ്താദുമാര് പറയും ഇമാം ഷാഫി ഈ ഹിജ്റ 300 മുമ്പല്ലേ അദ്ദേഹത്തെ ഖബറിന്റെ കുബ്ബുണ്ടല്ലോ, കുബ്ബുണ്ട്. ആ കുബ്ബ പിന്നുണ്ടായത്. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് 204-ലാണ്, കുബ്ബയുണ്ടായത് 680-ലാണ്. ഖബറുണ്ടായത് 204-ൽ, വഫാത്തായത് 204-ലാണ്. 150-ൽ ജനിച്ചു, 204-ൽ മരിച്ചു. കുബ്ബയുണ്ടായത് 650-ലാണ്. ഏകദേശം 450 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കുന്നത്. അല്ലാതെ ഇമാം ഷാഫി വഫാത്തായ സമയത്ത് ഒരാളും ജാറുണ്ടാക്കിയിട്ടില്ല, കുബ്ബുണ്ടാക്കിയിട്ടില്ല. അത് പിൽക്കാലത്ത് വന്നതാണ്. ഹിജ്റ 300-കൾക്ക് മുമ്പ് ഈ ഉമ്മത്തിൽ എവിടെയും ഉയർത്തപ്പെട്ട ഖബറുകൾ ഇല്ല, ആ സംസ്കാരമില്ല. ഷിയാക്കൾ തുടങ്ങി വെച്ചു. പിന്നെ അതിൽ നിന്നാണ് പിന്നീട് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അത് വ്യാപകമായി വന്നു. ഹിജ്റ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടോടുകൂടി അത് വ്യാപകമായി ഇസ്ലാമിന്റെ ഒരു ചിഹ്നമായി പിന്നീട് മാറി. എത്രത്തോളം വെച്ചാൽ ആദ്യകാലത്തെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ചർച്ചകൾ കാണാം. ഒരാളെ മറമാടുമ്പോൾ അയാളെ ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണല്ലാതെ അധികമായ മണ്ണ് പോലും അതിലേക്ക് കൂട്ടാൻ പാടില്ല. ഇമാം ഷാഫി വരെ ആ ഫത്വ പറഞ്ഞ ഖബർ കളച്ചപ്പോ കിട്ടിയ മണ്ണുണ്ടല്ലോ, അതിലേറെ മണ്ണ് വേറേതേക്ക് ചേർക്കാൻ പോലും പാടില്ല. ആ മണ്ണ് കൊണ്ട് തന്നെ ഖബർ മൂടുകയാണ് വേണ്ടത്. അറിയാതെ അല്പം കൂടിപ്പോയ വിരോധമില്ല എന്ന് ഇമാം ഷാഫി കിതാബിൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയേറെ സൂക്ഷ്മത അവിടെ കാണിച്ചു. നവവി ഇമാമിന്റെ ശർഹ് മുഹദ്ദബിൽ ചർച്ചകൾ കാണാൻ പറ്റും. ഒരു ചാൺ ഉയർത്താനാണല്ലോ പറഞ്ഞത് ഖബർ. ഒരു ചാൺ ഉയർത്തിയിട്ട് ആ ഒരു ചാണിന്റെ മേൽഭാഗം പരത്തുകയാണോ വേണ്ടത്, അതല്ല കൂർപ്പിക്കുകയാണോ വേണ്ടത് എന്ന് ചർച്ചകൾ വരെ കാണാൻ പറ്റും. ഒരു ചാൺ ഉയർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? മേൽഭാഗം പരത്തിയിടണോ, അതല്ല കൂർപ്പിക്കണോ, മുസന്നമാണോ മുസത്തഹാണോ, ഏതാ വേണ്ടത് എന്ന ചർച്ച നവവി ഇമാമിന്റെ ശർഹ് മുഹദ്ദബിൽ കാണാൻ കഴിയും. അന്ന് ഓൽക്കത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ. ഖബർ കെട്ടിയുയർത്തുന്ന സിസ്റ്റം വന്നില്ല. പിന്നീട് അത് വന്നു, ഷിയാക്കൾ കൊണ്ടുവന്നു. ആ ഷിയാക്കളിൽ നിന്ന് സൂഫികൾ ഏറ്റെടുത്തു. ആ സൂഫികളിൽ നിന്ന് ലോകത്തേക്ക് വ്യാപകമായി പ്രചാരത്തിലായി. പിന്നെ ഖബർ വരുമാന മാർഗമായി മാറി. പിന്നെ അവരെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാൻ തുടങ്ങി. മദ്ഹ് എന്ന പേരും പറഞ്ഞ് കള്ളക്കഥകൾ എമ്പാടും മെനഞ്ഞുണ്ടാക്കി. അതൊക്കെ പലർക്കും വരുമാന മാർഗമായി മാറി. വലിയ വലിയ തട്ടിപ്പ് വീരന്മാർ സൂഫികളെ പേരിൽ അന്നുണ്ടായി. ഇന്നത്തെ തട്ടിപ്പന്മാരൊന്നും ഒന്നുമല്ല, അതിനും വലിയ തട്ടിപ്പന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ മാനപ്പാട്ടുകളിൽ വലിയ പുണ്യാത്മാക്കളായി, വലിയ മഹാന്മാരായി ഇന്നും പരിചയപ്പെടുത്തപ്പെടുന്ന പല ആളുകളും അന്ന് വമ്പൻ തട്ടിപ്പറ്റ ആൾക്കാർ. ഇപ്പൊ മുഹീദ്ദീൻമാരെ കാണാലോ, ഹല്ലാജിനെ പറ്റി കാണാം. ഹല്ലാജിന്റെ വാദം അഹ്ലുസുന്നയുടെ വാദമല്ല, അഹ്ലുസുന്നയുടെ വാദമല്ല. ഹുലൂൽ ഇത്തിഹാദ് എന്ന് പറയുന്നത് ഷിയ വിശ്വാസത്തിന്റെ പിടുത്തം വിട്ട വാദമാണ്. അല്ലാഹും സൃഷ്ടിയും ഒന്നായി മാറുക, അതാ ഹുലൂൽ ഇത്തിഹാദ്. അല്ലാഹു സൃഷ്ടിയിലേക്ക് ഇങ്ങോട്ട് ലയിച്ച് രണ്ടും ഒന്നാകും, അല്ലെങ്കിൽ സൃഷ്ടിക അല്ലാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ച് രണ്ടും ഒന്നായി മാറും, അതാ ഹുലൂൽ ഇത്തിഹാദ് വാദം. ഉപ്പ് വെള്ളത്തിലേക്ക് ലയിക്കുന്ന പോലെ ഒരു ഉദാഹരണം പറയാം. വെള്ളത്തിൽ ഉപ്പാണ് കളിക്കുക, പിന്നെ ഉപ്പ് വേറെ വെള്ളം വേറെ എന്നില്ലല്ലോ. പിന്നെ വെള്ളത്തിന്റെ പേര് മാറി ഉപ്പ് വെള്ളം ആയി മാറി എന്നതുപോലെയാണ് സൃഷ്ടി റബ്ബിലേക്ക് ലയിച്ചു ചേർന്ന് ഫനാഹ് പ്രാപിക്കുക. ഈ സൃഷ്ടി ഇല്ലാതായി അള്ളാഹുലേക്ക് ലയിച്ചു ചേരുക. ഇതാണ് സൂഫികളുടെ അവസാനത്തെ ലക്ഷ്യം. അതിലേക്ക് എത്തിയാളെ ഹല്ലാജ് എന്നാണ് പറയപ്പെടുന്നത്. ഹല്ലാജ് പറഞ്ഞ ഞാൻ അല്ല എന്ന് പറഞ്ഞു, ഞാൻ അല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ അവസ്ഥയ്ക്ക് ഈ ദർജയ്ക്ക് എത്തിയ, ഈ ദർജയിലേക്ക് എത്തി അള്ളാഹുലേക്ക് ലയിച്ച് ഹല്ലാജ് ഇല്ലാതായി. ഇനി വാറില്ല, ഞാനും അല്ലയും ഒക്കെ ഒന്ന് തന്നെ, ഇനി മറ്റൊന്നില്ല. നമ്മുടെ മുഹീദ്ദീൻ റാത്തീബിൽ കാണാം, വമാ അന ഇല്ലാ അൻത. മുഹീദ്ദീൻ റാത്തീബിന് 111 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്റാണ് വമാ അന ഇല്ലാ അൻത.
ഞാൻ നീ തന്നെയാകുന്നു. ഒമാ അന ഞാനല്ല, ഇല്ല അന്ത നീ അല്ലാതെയല്ല, ഞാൻ നീയും ഒന്നാണ്. 111 പ്രാവശ്യം നമ്മളെ മഹല്ല് പള്ളിയിൽ മുഹീദ്ദീൻ റാത്തീബ് നടത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ചൊല്ലുന്ന ദിക്റാണ്. നമ്മൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? അല്ലാഹുവിനെ ഇബാദത്ത്. എന്തിനാ പള്ളിക്ക് പൈസ കൊടുത്തത്? കൂലിട്ടാൻ. ആ പള്ളിക്ക് ഉസ്താദുമാരെ കൂടി ചെല്ലുന്ന മുഹീദ്ദീൻ റാത്തീബ്, ആ മുഹീദ്ദീൻ റാത്തീബ് പറയാണ്, പഠിച്ചോനെ ഞാൻ നീയും ഒന്നാകുന്നു. ഇതിനാണോ പള്ളി ഉണ്ടാക്കിയത്? ഇത് ഹല്ലാജിന്റെ വാദം, ഇത് ഷിയാക്കളെ വാദം. എന്നാ സാക്ഷാൽ ഹല്ലാജോ ബമ്പൻ തട്ടിപ്പുകാരായിരുന്നു. ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ളയുടെ താരീഖ് ബഗ്ദാദ് എന്ന കിതാബുണ്ട്. വിശാലമായ വാള്യങ്ങളുള്ള ബൃഹത്തായ ചരിത്രമാണ് താരീഖ് ബഗ്ദാദ്, ബഗ്ദാദിന്റെ ചരിത്രം. അതിലൊരു അധ്യായം തന്നെയുണ്ട്, ബാബു ഹിയദിൽ ഹല്ലാജ്, ഹല്ലാജിന്റെ കുതന്ത്രങ്ങൾ എന്ന അധ്യായം. ഇന്നത്തെ മതചൂഷകന്മാരൊന്നും ഒന്നുമല്ല, അത്ര വലിയ തട്ടിപ്പാണ് അന്ന് ഹല്ലാജ് നടത്തിയത്. അതിന് പറയാ, ഹല്ലാജും മൂപ്പരെ ഒരു കൂടെയുള്ള മറ്റൊരു ഉസ്താദും കൂടെ, രണ്ടാളും കൂടെ ചെറിയൊരു നാടകം കളിച്ചതൊക്കെ കാണാൻ പറ്റും, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഈ മനുഷ്യനെ ഒരു മഹല്ലിക്ക് പറഞ്ഞേക്കാം. ആ മഹല്ലിൽ പോയിട്ട് ഇയാൾ അവിടെ ഒരു പള്ളിയിൽ പോയി കൂടി. ഇയാൾ ഭയങ്കര സാത്വികരായി മുഴുവൻ സമയം വിഭാഗത്തിൽ മുഴുകുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യർ നാട്ടിൽ വന്നിട്ട് പള്ളിയിൽ വന്ന് കൂടുകയാണ്. ആരോട് വർത്താനം പറയില്ല, ആരുമായി ഒന്നിനും പോകൂല. അയാൾ ഏത് സമയം നിസ്കാരം ഖുർആനോത്തും ദിക്റുമായിട്ട് അങ്ങനെ പള്ളി കൂടെ. അപ്പൊ സ്വാഭാവിക നാട്ടുകാർക്ക് വലിയ ബഹുമാനായി, എല്ലാവരും വരും, എല്ലാവരും സഹായിക്കും. പക്ഷേ ഒരാളെ സഹായം സ്വീകരിക്കൂല, ഒരാളെ സഹായം സ്വീകരിക്കൂല, ഒന്നുമില്ല. അങ്ങനെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒരു വല്ലാത്തൊരു വിഭാഗത്തിൽ മുഴുകുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എല്ലാവർക്കും വലിയ കാര്യമായി മൂപ്പര്. കുറെ കാലം അങ്ങനെ കൂടി. ഇടക്കാലത്ത് ഇയാൾക്ക് വാതരോഗം പിടിച്ചു, തളർന്നു. ഇയാൾ ആകെ തളർന്ന്, ഇയാൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നാട്ടിലൊക്കെ പാടാകെ വിഷമത്തിലായി. കാര്യം ഒരു നല്ലൊരു മനുഷ്യൻ തളർന്നു, അയക്കാരില്ല, കുടുംബക്കാരില്ല, ഒന്നുമില്ല, നോക്കാനാളില്ല. ഏതാ നമ്മുടെ നാട്ടിൽ വന്നതല്ലേ, അപ്പൊ നമുക്കൊരു കടമുണ്ടല്ലോ മുപ്പടക്ക് ചികിത്സിക്കാം. അപ്പൊ നാട്ടിലൊക്കെ പടം കൂടി ഇയാൾ ചികിത്സിക്കാൻ തീരുമാനിച്ചിട്ട് ഇയാൾക്ക് വന്നിട്ട് പറഞ്ഞ ഉസ്താദേ, ഞങ്ങളൊക്കെ പടങ്ങൾക്ക് വേണ്ട ചികിത്സ ചെയ്തു തരാം, അതിന് വേണ്ട സാമ്പത്തിക ചെലവ് ഞങ്ങൾ വഹിക്കാം, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് വേണ്ട, എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് റബ്ബ് തന്നൊരു പരീക്ഷണം സാരല്ല. ഇവർ നിർബന്ധിച്ചു. അപ്പൊ ഇയാൾ ദിവസം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിരിക്കുന്നു. നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നാളെ ഈ പള്ളി ഒരാൾ വരും, അയാൾ നിങ്ങളെ ശരീരത്തെ തടവും, അപ്പോൾ നിങ്ങളുടെ രോഗം സുഖപ്പെടുമെന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. അവിടെ എനിക്ക് വേറെ ചികിത്സ വേണ്ട. അപ്പൊ ആൾക്കൊക്കെ ഭയങ്കര ആവേശമായി. ആളുകളൊക്കെ കാത്തിരുന്നു. പിറ്റേന്ന് പരിചയമില്ലാത്തൊരു ഒരു ഉസ്താദിന്റെ പള്ളിയിൽ കയറി വരുന്നു. ഇയാൾ വന്നു, പള്ളിയിൽ വന്ന് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. ഇയാൾ ആർക്കും അറിയില്ല. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ആവേശമായി പോയി. ഇതായിരിക്കോ നബി തങ്ങൾ പറഞ്ഞ ആള്? അവസാനം ഇവരൊക്കെപ്പാടെ ഇയാളെ ചെന്ന് കണ്ടു, ഇയാളുടെ വിഷയം പറഞ്ഞു. അപ്പൊ ഇയാള് ആ ഉസ്താദിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തളർന്നു നിൽക്കുന്ന ഉസ്താദിനെ കൊണ്ടുവന്നു. ഇയാള് തടവി, തളർവാദം മാറി, ഇയാള് നേരെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ആൾക്കെല്ലാം വലിയ ആവേശമായി, ഭയങ്കര നിയമത്ത്. അപ്പൊ ഇയാള് പറഞ്ഞു, അൽഹംദുലില്ലാ, റബ്ബ് തന്ന വല്ലാത്തൊരു നിയമത്ത്. മറ്റാള് പോയി, ഉസ്താദ് പോയി ചെയ്തു. അപ്പൊ ആളുകൾക്ക് ഇയാള് ബഹുമാനം കൂടി. കാരണം നബി തങ്ങൾ സ്വപ്നം കണ്ട ആള്, ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇത്ര വലിയ ആളാണല്ലോ ഇയാള്. അങ്ങനെ ഇയാള് പിന്നെ പള്ളിക്ക് പ്രഖ്യാപിച്ചു, എനിക്ക് റബ്ബ് വല്ലാത്ത നിയമത്താ തന്നത്. ഒരു തളർവാദം വന്നിട്ട് അതെനിക്ക് സുഖപ്പെട്ടല്ലോ, അവിടെ ഇനിയുള്ള ആയുസ് ഞാൻ പൂർണ്ണമായും വിഭാഗത്തിലേക്ക് മുഴുകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഞാൻ തൽക്കാലം പറഞ്ഞ് പോവാണ്, എവിടെങ്കിലും മതന്റെ മേലെ പോയിട്ട് ഇനി ഞാൻ ബാക്കിയുള്ള ആയുസ് വിഭാഗത്തിൽ മുഴുകട്ടെ. അപ്പൊ ഒരു പറഞ്ഞു, സ്ഥലങ്ങൾ പോവരുത്, നിങ്ങളെ പോലത്തെ മനുഷ്യൻ പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ നാട്ടിൽ വേണം. ഇല്ല, ഞാൻ പോവാണ്. ഇയാൾ നിർബന്ധമായി പോകാൻ തീരുമാനിച്ചപ്പോഴൊക്കെ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ നിവൃത്തില്ല. അവസാനം വരെ തീരുമാനിച്ചു, ഏതായാലും അദ്ദേഹം പോകല്ലേ, നമ്മളെ വകൻ തന്നെ കൊടുക്കുക. അയാൾ നാട്ടിലൊക്കെ പടക്കൂടി പിരിവിട്ടു. എല്ലാവരും വമ്പൻ സംഖ്യ കൊടുത്ത് കാണുന്ന ഇയാൾക്ക് കൊടുക്കാനല്ലേ, വലിയ സംഖ്യ കിട്ടി. പറഞ്ഞ് നിർബന്ധിച്ച് ഇയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഇയാൾ അതുമായി പോയി. അങ്ങനെ ഒരു മതന്റെ മേലെ പോയപ്പോൾ മറ്റേ ഉസ്താദ് കാത്തിക്കുണ്ട്. രണ്ടാളും പൗതിയാക്കിയിട്ട് ഒരു പോയി എന്നാണ്. അപ്പൊ ഈ വന്ന ഉസ്താദ് ഹല്ലാ ചെയ്തു. ഒരു ഒത്തു വന്ന രണ്ടാളും കൂടി നാടകം കളിച്ചതാ. ഇയാൾ തളർവാദം ഉണ്ടായിട്ടുമില്ല, സുഖപ്പെട്ടിട്ടില്ല, ഇയാൾ നബിയെ സ്വപ്നം കണ്ടിട്ടില്ല. രണ്ടാളും കൂടി ഒത്തിട്ട് നാടകം കളിച്ചതാണ്. അങ്ങനെ കിട്ടിയ പൈസ രണ്ടാളും പൗതിയാക്കിയിട്ട് അതുമായി കടന്നു കളഞ്ഞു. ഇതാണ് ഹല്ലാജ്. അതാ മുഹീദ്ദീൻ മാലി പറഞ്ഞ ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിപ്പൻ ഞാൻ എന്ന് പറഞ്ഞോവർ എന്ന് പറഞ്ഞ ഈ ഹല്ലാജാണ്. ഹല്ലാജ് പ്രഖ്യാപിച്ച് ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിക ഭരണമാണ്, പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക രാജ്യത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതി ഹാജരാക്കി ചോദ്യം ചെയ്തു. മൂപ്പർ എപ്പോഴും പറഞ്ഞു ഞാൻ അല്ലയാണ്.
അവസാനം വധശിക്ഷ കോടതി വിധിച്ചു, അയാളെ കൊന്നു കളഞ്ഞു. അല്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് മാനപ്പാട്ടനം പറഞ്ഞത്, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൈപിടിക്കുമായിരുന്നു, കൊല്ലാൻ സമ്മതിക്കൂലായിരുന്നു എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ അല്ലാഹു ഹല്ലാജ് പറഞ്ഞ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിന്റെ വിശദീകരണം എന്നാണ് പിന്നെ മാലക്ക് വ്യാഖ്യാനം കൊടുക്കുന്നത്. ആ ഹല്ലാജാണ് ഈ വക തട്ടിപ്പറ്റിയാണ്. ഇങ്ങനത്തെ കണ്ടമാനം കഥകൾ ഹല്ലാജിനെ കുറിച്ച് താരീഖ് ബഗ്ദാദ് എന്ന കിതാബിൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ തട്ടിപ്പൊന്നും ഒന്നുമില്ലല്ലോ. അക്കാലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുറെ കഥ ഉണ്ടാക്കുക, കുറെ പാട്ടുണ്ടാക്കുക, കുറെ ബെയ്ത്തുണ്ടാക്കുക, കുറെ ആൾക്കാരെങ്ങനെ വലിയ അപ്രമാറ്റം കൽപ്പിക്കുക. ഇത് സൂഫികൾ കൊണ്ടുവന്ന ഒരു രീതിയായി. ലോകത്ത് ആദ്യമായി മൗലിദ് ഉണ്ടാക്കിയ ആളാരാ? ഇബ്നു ദിഹിയത്തുൽ കൽബി. മുദഫർ രാജാവിന് നബിദിനാഘോഷം തുടങ്ങിയപ്പോ മുദഫർ രാജാവിന് വേണ്ടി മൗലിദ് ഉണ്ടാക്കി കൊടുത്തതാണ് ഇബ്നു ദിഹിയ. ശൈഖ് ഇബ്നു ദിഹിയ മൗലിദ് ഒന്ന് രചിക്കലായി രാജാവിന് അത് കണ്ട് ഏറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി എന്ന് താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എഴുതി വെച്ചു. മുദഫർ രാജാവിന് വേണ്ടി ആദ്യമായി മൗലിദ് ഉണ്ടാക്കി കൊടുത്തതാണ് ഇബ്നു ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരാള്. അന്ന് രാജാവിന് വലിയ സന്തോഷമായിട്ട് 1000 ദീനാർ അക്കാലത്ത് മൂപ്പർക്കത് സമ്മാനം കൊടുത്തതാണ്. ഇബ്നു ദിഹിയയെ പറ്റി ഇബ്നു ഹജർ അസ്ഖലനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇസാൽ മീസാനിലൊക്കെ രേഖപ്പെടുത്തിച്ച് കാണാൻ കഴിയും ഇബ്നു ദിഹിയയുടെ തട്ടിപ്പുകൾ. ഇബ്നു ദിഹിയയെ പറ്റി ഒരു പണ്ഡിതൻ പറയാണ്, എന്റെ വാപ്പാക്ക് ഇബ്നു ദിഹിയയുടെ വലിയ ബഹുമാനമായിരുന്നു. വാപ്പ വലിയ ആലിമാണ്. ഞങ്ങളെ വീട്ടിൽ ഇബ്നു ദിഹിയ ഇടയ്ക്ക് വരും. വാപ്പ അദ്ദേഹം വന്നാൽ വല്ലാതെ ബഹുമാനിക്കും അദ്ദേഹത്തെ. ഒരു ദിവസം ഇയാൾ ഞങ്ങളെ വീട്ടിൽ വന്നു. വാപ്പ ഇയാളെ ബഹുമാനിച്ച് ആദരിച്ച് ഭക്ഷണം കൊടുത്ത് തനി സ്വീകരിച്ചു. ഇയാൾ വന്നപ്പോ ഇയാളെ കയ്യിൽ ഒരു മുസല്ലുണ്ട്. ഇയാളിങ്ങനെ വന്നിട്ട് വാപ്പാന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഇയാൾ ഈ മുസല്ല എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കുകയാണ്. അപ്പൊ വാപ്പ വെച്ച് എന്താ ഈ മുസല്ല ചുംബിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഞാൻ കഅബന്റെ ഉള്ളില് ഈ മുസല്ല വിളിച്ചിട്ട് എത്രയും റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇത് സാധാരണ മുസല്ലല്ല. ആയിരക്കണക്കായ റക്അത്തുകള് കഅബയുടെ ഉള്ളില് ഈ മുസല്ലി നിസ്കരിച്ചിട്ടുണ്ട്. വാപ്പാക്ക് വല്ലാത്ത മതിപ്പായി. വാപ്പ മുസല്ല വാങ്ങിയിട്ട് വാപ്പി ഒന്ന് ചുംബിച്ചു. കാരണം ഇത് സാധാരണ മുസല്ലല്ലോ. അന്ന് അവിടെ താമസിച്ച ഇയാള് പിറ്റേന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വന്ന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരാള് ഞങ്ങളെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ സംസാര മധ്യേ ചില വിഷയം വന്നപ്പോ അയാള് പറഞ്ഞു, ആ ഈ ആള് ഇന്നലെ അവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, മുസല്ല വാങ്ങാൻ വന്നിരുന്നു പറഞ്ഞു. അപ്പൊ ചെറിയ സംശയം. അപ്പൊ ഈ മുസല്ല എടുത്തുകൊണ്ട് കാണിച്ചു, ഇതാണ് ഇതാ മുപ്പ് ഇന്നലെ വാങ്ങിയത്. അപ്പൊ ഇന്നലെ കടയിൽ മുപ്പിൽ വാങ്ങിയ മുസല്ല, അതാണ് ഇവിടെ കൊടുത്തിട്ട് ഈ ബടായി പൊട്ടിച്ചത്. ഇതാണ് ഇബ്നു ദിഹിയ. ഇയാളാണ് ആദ്യത്തെ മൗലിദ് ഉണ്ടാക്കിയ മനുഷ്യൻ. മുദഫർ രാജാവിന് മൗലിദ് ഉണ്ടാക്കി കൊടുത്തിട്ട് 1000 ദീനാർ സ്വർണ്ണ നാണയം സമാനമായി വാങ്ങിപ്പോയ ഇബ്നു ദിഹിയയാണ് ഈ കഥ ഉണ്ടാക്കിയ മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. തസവുഫിന്റെ സംഭാവനയായിരുന്നു അതൊക്കെ. പേരെന്താ? സുഹൃദാണ്. ദുന്യാവിനോട് കമ്പല്ലാന്നാണ്. എന്നാ ഒക്കെ ഉദ്ദേശം ദുന്യാവാണ്. ഇപ്പോഴങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ ഒന്നല്ലോ, കഴിഞ്ഞൊല്ലൊക്കെ മഞ്ചേരി കണ്ടിരുന്നു. കുത്തുബുസ്സമാൻ മഞ്ചേരിയിൽ നിന്നൊരു വലിയ നോട്ടീസ് ഇവിടെ കുറച്ച് 2 കൊല്ലം മുമ്പുണ്ടായി. കുത്തുബുസ്സമാൻ മഞ്ചേരിയിൽ. ആരാ കുത്തുബുസ്സമാൻ? യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി എന്ന് പറയുന്ന ചങ്ങാതി ആലുവയിൽ വന്നു. അയാളെ വാദം, ഞാനാണ് ഖാദിരിയ ത്വരീഖത്തിന്റെ ഇപ്പോഴത്തെ ഷെയ്ഖ് എന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് ത്വരീഖത്താണ് ഖാദിരിയ ത്വരീഖത്ത്. ഈ ഖാദിരിയ ത്വരീഖത്തിന് ഇപ്പോഴത്തെ ഷെയ്ഖ് ഞാനാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് ഇയാൾ രംഗപ്രവേശനം ചെയ്തത്. യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി ഖുതുബുസ്സമാൻ. ഈ കാലഘട്ടത്തിന് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആൾ ഞാനാകുന്നു. അതാ ഖുതുബുസ്സമാൻ എന്നാണ്. ഖുതുബ് എന്നാൽ അച്ചുതണ്ട് എന്നാണ് ഖുതുബ്. ഈ നൂറ്റാണ്ടിലെ ലോകത്തിന്റെ അച്ചുതണ്ട് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അയാൾ വരികയും ഇവിടെ മഞ്ചേരിക്ക് അയാൾ വന്ന് അയാൾ സ്വീകരണം കൊടുത്തിരുന്നു. വലിയ വമ്പൻ ബോർഡ് ഇവിടെ എല്ലാ സ്ഥലത്തും വന്നു. ഖുതുബുസ്സമാൻ മഞ്ചേരിയിൽ. ലോകം മൊത്തം കൺട്രോൾ മൂപ്പര. അവസാനം വയറ്റിനെ കുറിച്ച് മൂപ്പര് മരിച്ചത്. വയറിളകി ഒന്നാകെ പോയി. ഇയാള് ബോധം കെട്ട് വീണ് അവിടെ ആലുവയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവസാനം മരിച്ചയാൾ. ലോകം കൺട്രോൾ ചെയ്യുന്ന മനുഷ്യന് സ്വന്തം വയറ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഖുതുബുസ്സമാൻ എന്ന പേരിട്ടുകൊണ്ട് ഇയാൾ രംഗത്ത് വന്നു. ഇയാളത്ത് കണ്ടമാനം ആളുകൾ ഇവിടുന്നൊക്കെ പോയി ബൈഅത്ത് ചെയ്തു. എത്രയോ മനുഷ്യന്മാർ ഇവിടുന്നൊക്കെ പോയി. സമസ്തന്റെ കോളേജിൽ നിന്ന് കുട്ടികളും ഉസ്താദുമാരും ഒന്നാകെ പോയി ബൈഅത്ത് ചെയ്തു. ദാൽഹുദീൻ ഒരു ബാച്ച് ഒന്നിച്ചാണ് പോയി.
ദാൽഹുദാസ് കോളേജിൽ നിന്ന് ഒരു ബാച്ച് ഒന്നിച്ചു പോയി. ഉസ്താദുമാര് പോയി, ബാക്കവിമാരും ഫൈസിമാരും അവിടെ പോയി ബൈഅത്ത് ചെയ്ത് ത്വരീഖത്തിൽ ആളായി. ഞങ്ങളുടെ നാട്ടിൽ 2 നാടൻ ചക്കന്മാര് പോയി. എല്ലാരും പോയി, ഒക്കെ എന്നും വണ്ടിയെടുത്ത് ആളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ബലും പോയി. അത്ര നീരൊന്നുമില്ലാത്ത സാധാരണക്കാരാണ്. ഏതായാലും പോയി നോക്കി, അത് കാണാലോ, ഒരു ഔലുള്ളതല്ലേ. ചെന്ന് കണ്ടു. ബൈഅത്ത് ചെയ്യാൻ ചെന്നപ്പോ ഇയാള് പറഞ്ഞു അങ്ങനെ ബൈഅത്ത് സ്വീകരിക്കൂല. ഒരു ദിക്ർ കൊടുത്തു. അടുത്ത പ്രാവശ്യം വരുന്നതിന് മുമ്പ് ഈ ദിക്ർ 1,00,000 വട്ടം ചൊല്ലണം. നിങ്ങൾ ചൊല്ലിയോ ഇല്ലത് എനിക്ക് ഇവിടുന്ന് അറിയാം, ഇവിടെ തട്ടിപ്പൊന്നും പറ്റൂല. നിങ്ങൾ ചൊല്ലിക്കണോ ഇല്ലത് ഇവിടുന്ന് മനസ്സിലാവും. അതുകൊണ്ട് ചൊല്ലിയിട്ട് നിങ്ങൾ വരി, അപ്പൊ ബൈഅത്ത് ചെയ്യാം. അപ്പൊ ഒരുത്തം പറഞ്ഞു എന്നെ കൊണ്ട് ആവൂല, ഓര് 5 നിസ്കാരം ഇല്ലാത്തല്ലോ, ഇപ്പൊ 1,00,000 വട്ടം ചെല്ലാൻ നിൽക്കല്. ഓ മറ്റോട് പറഞ്ഞു ഞാൻ ഇല്ലടാ, ആക്കെ ഓരോ പരിപാടി എന്നെ കൂടെ കഴിയൂല. മറ്റവൻ അല്ലടാ, നമ്മളെ ചെല്ല ഒരൗലിനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ ചാൻസ് ഇട്ടില്ല. മറ്റേ സാധു ഇടങ്ങാറായിട്ട് 1,00,000 വട്ടം എങ്ങനെയൊക്കെ ചെല്ലി തീർത്തു. ഇവനാരും പോണേക്ക് പോട്ടെ വിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് കാണാൻ നിശ്ചയിച്ച ഡേറ്റിന് രണ്ടാം കൂടി പോയി. ചെന്നു ശൈഖിനടുത്ത് ചെന്നപ്പോ കുത്തുബുസ്സമാൻ ഈ ചൊല്ലിയ ആളോട് പറഞ്ഞു ഇത് ചൊല്ലിയിട്ടില്ല. ചൊല്ലാത്ത ആള് പറഞ്ഞ ഓൻ ചൊല്ലിക്കുന്നത്. ചൊല്ലാത്ത ആളോട് ഇപ്പം ചൊല്ലിക്കുന്നു പറഞ്ഞു, മറ്റോട് ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായി ഇത് എന്തോ സംതിങ് പ്രശ്നമുണ്ട്. ഏതായാലും രണ്ടാൾക്കും ബയ്യത്ത് കൊടുത്തു. തൽക്കാലം മാപ്പ് കൊടുത്തിട്ട് രണ്ടാളും ബയ്യത്ത് സ്വീകരിച്ചു. കൈ പിടിച്ച് ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് ചെയ്തിട്ട് കുത്തുബുസ്സമാൻ പറഞ്ഞു നിങ്ങളിപ്പം വന്ന ദിവസം നല്ല ദിവസം, ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അപ്പൊ എന്താ ഓഫർ? 50,000 ഉൾപ്പെടുത്താല് നിങ്ങൾ നേരിട്ട് അബുദാലി എന്ന ദർജയ്ക്കാക്കി തരാം. ഔലിയാക്കന്മാര് ടോപ്പ് ഡിഗ്രിയ അബുദാലി, 40 തടി ഉണ്ടാവില്ല അബുദാലിക്ക് എത്തുമ്പോൾ. ഔലിയാക്കന്മാർ ആദ്യം നുഖബ ആകും, പിന്നെ നുജബ ആകും, പിന്നെ ഔത്താദാകും, പിന്നെ അബുദാലാകും. അബുദാലായാല് 40 തടി സ്വീകരിക്കാൻ പറ്റും ഒരേ സമയത്ത്. പിന്നെ പള്ളിക്കൊന്നും പോകണ്ട, പിന്നെ മറ്റേ തടി പോയിക്കോളും. അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഓഫർ 50,000 റുപ്യ അടക്കുകയാണെങ്കിൽ ഒറ്റടിക്ക് നേരെ അബുദാലാക്കി തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏർപ്പാട് വേറെയാണ്. രണ്ടാൾ തിരിച്ചിട്ട് പോന്നു, കാരണം ഓരോ കൂലിപ്പണിക്കുള്ള മനുഷ്യന്മാരാണ്. ഇതാണ് ഏർപ്പാടൊക്കെ. എന്നൊരു പേരെന്താ? കുത്തുബുസ്സമാൻ. ദുന്യാവിനോട് യാതൊരു താല്പര്യമില്ല, ദുന്യാവൊക്കെ തലാഖിൽ പോയ മനുഷ്യന്മാർ എന്നാണ് പറയാം. ദുന്യാവിനെ തലാഖിൽ പോയ മനുഷ്യന്മാരുണ്ട് എന്നാണ് ഒരു പരിചയപ്പെടുത്തുക. പക്ഷെ സംഗതിയൊക്കെ ദുന്യാവിലെ ഏർപ്പാട്. അവസാനം നോക്കുമ്പോൾ എറണാകുളത്ത് മാത്രമല്ല, ഏതാണ്ട് എല്ലാ ഭാഗത്തുള്ള ഒരുവിധ എല്ലാ ബിസിനസ്സിലും മൂപ്പയ്ക്ക് ഷെയർ ഉണ്ട്. അതാ ദുന്യാവ് താല്പര്യം ആള്. ഇതൊക്കെ ഷിയാ സൃഷ്ടികളാണ്, തസവുഫിന്റെ ബാക്കിയാണ്. അഹ്ലുസുന്നയുമായി യാതൊരു ബന്ധവുമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാൾ രാവിലെ സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്ക് അവൻ പമ്പര വിഡ്ഢിയായി മാറാതിരിക്കുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അന്ന് പഠിപ്പിച്ചു. അന്ന് സൂഫികൾ അത്ര സജീവമായിട്ടൊന്നുമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ബഗ്ദാദിലേക്ക് ചെന്നപ്പോഴാണ് ബഗ്ദാദിലാ തസവുഫ് തുടങ്ങിയത്. തസവുഫ് തുടക്കം ബഗ്ദാദിലാണ്. എല്ലാത്തിനും തുടക്കം അവിടെ തന്നെ. തസവുഫ് മാത്രമല്ല, ഷിയായിസത്തിന്റെ തുടക്കം, ഖവാരിജിന്റെ തുടക്കം, മുഅ്തസിലി തുടക്കം ഒക്കെ ബഗ്ദാദിൽ നിന്നാണ്, ഇറാഖിൽ നിന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങി പോന്നിട്ട് പറഞ്ഞു, ബഗ്ദാദിൽ ഞാൻ ചില ആളുകളെ കണ്ടു, അവർ തസവുഫ് എന്ന പേരിൽ വന്നിരിക്കുന്നു. ഞാൻ അവരെ പറ്റി ഒന്ന് അന്വേഷിച്ചു, എന്താ പോലെ അവസ്ഥ ഒന്ന് നോക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. എനിക്ക് മനസ്സിലായി രാവിലെ അവരൊപ്പം കൂടിയാൽ ഉച്ചയാകുമ്പോഴേക്ക് അവൻ പമ്പര വിഡ്ഢിയായി മാറും എന്നെനിക്ക് മനസ്സിലായി. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ഷാഫി പറഞ്ഞു, ഒരു കാലത്തും പിന്നെ അവന്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല. ആ കോലത്ത് പോയാൽ അതിൽ പെട്ടുപോകുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അന്ന് പഠിപ്പിച്ചു. അഹമ്മദിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ചില മനുഷ്യന്മാര് വന്നിട്ടുണ്ട്, ഒരു രാത്രി നട്ടപ്പാതിരാക്കെ പള്ളിക്കല് ഒന്നിച്ചുകൂടി ഉറക്കെ ഭയങ്കര ശബ്ദത്തിൽ അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ ദിക്റിനൊപ്പം ഇങ്ങനെ ആടുകയും തുള്ളുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. എന്താ ഓലെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് ഇമാം അഹമ്മദിന് പരിചയത്തെ ഏർപ്പാടാ പദം. ഇമാം അഹമ്മദ് അത്ഭുതപ്പെട്ട അങ്ങനെ മനുഷ്യന്മാരും ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാർ. ഇമാം അഹമ്മദ് ചോദിച്ചു, ആ മജാനീനുഹും ഭ്രാന്തന്മാരാണോ ചോദിച്ചു. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത്. ഇത് മാനസിക രോഗമുള്ള ആൾക്കാരാണോ? അല്ല, ഭ്രാന്തന്മാരൊന്നല്ല, നല്ല തികഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. ആ സുബിയാനുഹും ചെറിയ കുട്ടികളാണോ ചോദിച്ചു. അത് ചെറിയ മക്കളല്ല, മുത്ത മനുഷ്യന്മാരാണ്. നീ എന്ത് പറയാൻ പോലെ പറ്റില്ല ഇമാം അഹമ്മദ് പറഞ്ഞു. ഓർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടാവുന്നു.
ഇന്നിപ്പോ അതല്ല നാട്ടിലുള്ളത്. കുത്തുബിയത്ത് എന്ന് പറഞ്ഞ റാത്തീബ് എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട് പള്ളികളിൽ നിന്ന് നട്ടപ്പാതിരാക്ക് ഒന്നാകെ കൂകുകയും തുള്ളുകയും ചാടുകയും ആടുകയും ചെയ്യുന്ന ഏർപ്പാട് പേരെന്താ? സാദി റാത്തീബ്, കുത്തറാത്തീബ്, കുത്തുബിയത്ത് ഒക്കെ ഇതിന് ഏർപ്പാട്. കുത്തറാത്തീബ് കുത്തിയിട്ട് റിഫായി ഷെയ്ഖിനെ ഹാജരാക്കുക, കത്തിയോണ്ട് കുത്തുക, എന്നിട്ട് കുത്തിയിട്ട് വിളിക്കുക യാ ഷെയ്ഖ് യാ ഷെയ്ഖ് എന്ന് വിളിക്കുക. റിഫായി ഷെയ്ഖ് ഇറാഖിന്ന് ഇവിടെ വരും. എന്തിന്? പുല്ലൂർ ആരോടുത്ത് കുത്തിക്കണോ ഓനെ മുറിവ് കൂട്ടാൻ വേണ്ടി മൂപ്പർ ഇറാഖിന്ന് വരും കണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് തടവി കൊടുക്കുമ്പോ മുറിയാണ് കൂടി. നമ്മളെ കുത്തിയ മൂപ്പര് വരുമോ? ഇല്ല. നമ്മളെ പള്ളിക്ക് ഉസ്താദ് കുത്തോ? ഇല്ല. ഇവിടുത്തെ ഖത്തീബ് കുത്തോ? ഇല്ല. കുത്തലാര? അത് കാപ്പാട് കോയാക്കണ്ട് മൂപ്പരെ കുത്തുള്ളൂ. മൂപ്പര് റിഫായി ഷെയ്ഖ് കൂടി അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോയാക്ക് ഡേറ്റ് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് കൊടുത്താൽ ബുക്ക് ചെയ്ത് മുപ്പത് ഡേറ്റ് തരും. ആ ഡേറ്റിൽ ഇവിടെ വരും. സ്റ്റേജിൽ മുപ്പത് കുത്തി കാണിച്ചു തരും. എന്നിട്ട് കുത്തിയിട്ട് റിഫായി ഷെയ്ഖ് ഹാജരായിട്ട് ഇയാളെ മുറിവ് മാറ്റി കൊടുക്കും. നാളെ മൂപ്പർക്ക് കുത്ത് വേറെ എവിടെ കഴിക്കും. ഇന്ന് ഇവിടുന്ന് കുത്തി നാളെ ഞാൻ മൂപ്പർ ഡേറ്റ് കൊടുത്തപ്പോൾ കണ്ണൂരേക്കും. അപ്പൊ അവിടെ മൂപ്പര് കുത്തിയിട്ട് മൂപ്പർ യാ ഷെയ്ഖ് യാ ഷെയ്ഖ് വിളിക്കുമ്പോൾ റിഫായി ഷെയ്ഖ് ഓടിയെത്താം. അപ്പൊ ഇന്നലെ കുത്തി അതേ കോയപ്പോ ഇന്ന് കുത്തിക്കണം. സ്വാഭാവിക ചോദിച്ച കോയ എനിക്ക് തന്നെ പണിയേക്കൂലേ? ദിവസം മൂപ്പര് കുത്തുന്നതിന് വിളിച്ചു ചോദിച്ചാൽ ഇയാൾ റിഫായി ഷെയ്ഖ് ഇറാഖിന്ന് വരിക, ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുന്നതിന് കോയ പൈസ വാങ്ങി പോവുക. ഇയാൾക്കതാ പണി. പഴയതിൽ നമ്മൾക്ക് ഡേറ്റ് കൊടുക്കുന്ന പോലെ ഇയാൾ ഡേറ്റ് കൊടുക്കുന്ന കുത്തറാത്തീബിന് റിഫായി ഷെയ്ഖിനെ ഹാജരാക്കി കാണിച്ചു കൊടുക്കാനാണ് മൂപ്പര് ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, യൂട്യൂബ് കയറിയിട്ട് കോയ കാപ്പാട് സെർച്ച് ചെയ്താൽ മതി. മൂപ്പരെ കുത്തറ എത്രയോ വീഡിയോ കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ഷിയാക്കൾ ശക്തമായി നടത്തിയ ഏർപ്പാട്. അന്ന് ഷിയാക്കൾ അഹ്ലുസുന്ന വെല്ലുവിളിച്ച വിഷയം അതൊക്കെ. ഷിയാക്കൾ ചെയ്തത് ദേഹ ഉപദ്രവേൽപ്പിക്കുക, മുറിവേൽപ്പിക്കുക. ഇത് ഷിയാക്കൾ ചെയ്ത പണിയാ. ഇപ്പോഴും കാണാം മുഹറം 10 ഷിയാക്കൾ ചെയ്യുന്ന ഏർപ്പാടുകൾ. അത് അഹ്ലുസുന്ന വെല്ലുവിളിച്ചിട്ട് അവരുമായി സംവദിക്കുകയും വാദപ്രതിവാദം നടത്തുന്ന വിഷയങ്ങൾ അതൊക്കെ. ഇന്ന് പാതാ സുനിത്തമായത്ത് നമ്മുടെ നാട്ടിൽ അത് ചെയ്യണം. സുനിത്തമായത്ത് ഇത് ശരിയല്ല പറഞ്ഞാലോ ഓൻ പഴിച്ചോ. സഹോദരങ്ങളെ എവിടെയോ വെച്ച് റൂട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സുനിത്തമായത്തിനെ പറയാന്നല്ലാതെ ഇത് എവിടെയോ വെച്ച് വഴിമാറിപ്പോയിരിക്കുന്നു. പടച്ച റബ്ബിലേക്ക് വിളിക്കുന്നതിന് പകരം പടപ്പുകളിലേക്കാണ് വിളിക്കുന്നത്. കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്നതിന് പകരം പാട്ടിലേക്കും ബെയ്ത്തിലേക്കുമാണ് വിളിക്കുന്നത്. പള്ളികളിലേക്ക് വിളിക്കുന്നതിന് പകരം ജാറങ്ങളിലേക്കാണ് വിളിക്കുന്നത്. എല്ലാം റൂട്ട് മാറിപ്പോയിട്ടുണ്ട്. ഷിയായിസത്തിന്റെ സ്വാധീനമുണ്ട്. അശ്അരിയത്ത് മാതുരിദിയത്ത് എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ ഇമാം അശ്അരിയുടെ വിശ്വാസമല്ല, പകരം ഒന്നുകിൽ ഷിയായിസമാണ് അല്ലെങ്കിൽ മുഅ്തസിലി ചിന്താഗതിയാണ്. അതാ പ്രചരിപ്പിക്കപ്പെടുന്നത്. അല്ലാതെ ഇമാം അശ്അരിയുടെ വിശ്വാസമല്ല. അതൊന്നും പടച്ച റബ്ബിനെ പറ്റിയ വിശ്വാസങ്ങൾ ആളുകൾക്ക് ഒന്നും അറിയാതായിപ്പോയി. റബ്ബിന്റെ നാമഗുണ വിശേഷങ്ങൾ അതുപോലും പഠിക്കുന്നില്ല. റബ്ബ് ഏകനാണ്, എന്താ ഏകൻ അതുപോലും ആളുകൾക്ക് അറിയില്ല. അല്ലാഹു തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞത്? ആരാണ്? ആരെ പറ്റിയാ പറഞ്ഞത്? എന്താ തുല്യനാവുക എന്ന് പറഞ്ഞാൽ അതുപോലും ആളുകൾ അന്വേഷിക്കുന്നില്ല. എന്നിട്ട് അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, അല്ല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നിടത്ത സമൂഹമുണ്ട്. സമസ്തന സമ്മേളനത്തിന് എല്ലാ അമ്പിയാക്കളും പങ്കെടുത്തതാണ് അവിടെ പ്രഖ്യാപിച്ചത്. ആദം നബി മുതൽ എല്ലാ നബിമാരും വന്നു, എല്ലാ ഔലിയാക്കന്മാരും വന്നു, എല്ലാ മഹാന്മാരും വന്നു കാസർഗോഡ് സമ്മേളനത്തിലാണ്. എന്നാ പിന്നെ അധ്യക്ഷനായിട്ട് ഇന്ത്യ ആദം നബിയാക്കി കൂടെ. പ്രോഗ്രാം നോട്ടീസിൽ നമ്മൾ കണ്ടില്ല. പ്രോഗ്രാം നോട്ടീസിന് ഒരു സെഷന്റെ അധ്യക്ഷൻ ആദം നബി, ഉദ്ഘാടകൻ മുഹമ്മദ് നബി, മറ്റേ സെഷന്റെ അധ്യക്ഷൻ മൂസാ നബി, ഇപ്പത്തെ ഈസാ നബി ഉദ്ഘാടനം അത് കണ്ടില്ല. എന്താ അത് കൊടുക്കാത്തത്? വേണ്ട, മരിച്ചുപോയ സമസ്തന്റെ പഴയകാല നേതാക്കന്മാർ ഒരു എല്ലാവരും പങ്കെടുത്തു അത്രേ. പക്ഷെ ഒരാൾ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഒരു പൂതി ഉണ്ടാവില്ല. 100ാം വാർഷികം ആഘോഷിക്കുമ്പോ ശംസുലമക്ക് പൂതി ഉണ്ടാവില്ല, എനിക്ക് പങ്കെടുക്കണം എന്നുള്ളത്. എന്നിട്ട് പങ്കെടുത്തിട്ട് ഉണ്ടാകാൻ പോവുകയും ചെയ്ത്. ഇത് വിശ്വസിക്കാൻ ആളുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താ? ദുനിയാവിലെ ജീവിതം അവസാനിച്ച് ബർസഖി ലോകത്തേക്ക് പോയാൽ പിന്നെ അങ്ങോട്ട് വരില്ല എന്നാണ് വ്യക്തമായ ഹദീസ് പഠിപ്പിക്കപ്പെട്ട കാര്യം. ശുഹദാക്കന്മാർക്ക് പോലും, ശുഹദാക്കന്മാരായ ആളുകൾ പോലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അല്ലാഹ് ചോദിക്കും ശുഹദാക്കളോട്, ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയൂ, ഞാൻ സാധിപ്പിച്ചു തരാം. അപ്പൊ ശുഹദാക്കന്മാർ പറയും, പഠിച്ചോടെ ഇനി എന്താ ആഗ്രഹിക്കാനാ? ഞങ്ങൾക്ക് എല്ലാം നീ തന്നിരിക്കുന്നു, ഇനി ഒന്നും കിട്ടാനില്ല, ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല.
റബ്ബ് വീണ്ടും പറയും, അല്ല, എന്തെങ്കിലും ആഗ്രഹം പറയൂ, ഞാനിത് സാധിപ്പിച്ചു തരാം. അപ്പോഴും ഒരു പറയും, റബ്ബേ ഇനി എന്താ ആഗ്രഹിക്കാൻ, എനിക്കെല്ലാം കിട്ടി, ഇനി ഒരു കുറവുമില്ല, എനിക്കൊരു ആഗ്രഹവുമില്ല. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്ന അല്ലാഹു തആല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞേ പറ്റൂ എന്നാകുമ്പോൾ ശുഹദാക്കന്മാർ ഒരു ആഗ്രഹം പറയും. അതെന്താഗ്രഹം? എന്നാ പഠിച്ചോളെ, ഞങ്ങളൊന്ന് ദുന്യാവിൽ പോയി വരാം, ഒന്നുകൂടെ ദുന്യാവിൽ പോയിട്ട് വരാം. എന്തിന്? മറ്റോ വിളിക്കേണ്ട ഒരു കാര്യം ഉള്ളുത്തിയിട്ട് അത് പറിച്ചു കൊടുക്കട്ടെ എന്നല്ല. ഇവന്റെ മോള് പ്രസവവേദനയായിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ എന്നല്ല. ഓനെ വിസ കിട്ടാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഒന്ന് പോയി ശരിയാക്കി കൊടുക്കട്ടെ എന്നല്ല. പിന്നെ എന്തിനാ? പഠിച്ചോനെ, ഇത്രയേറെ സുഖങ്ങള് ശ്രോതാക്കന്മാർക്ക് നീ തന്നല്ലോ, ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ട് ഒന്നുകൂടെ ഷഹീദായിട്ട് വരാം. ദുന്യാവിലേക്ക് ചെന്ന് ഒന്നുകൂടെ ഷഹീദായിട്ട് ഞങ്ങൾ തിരിച്ചു വരാം റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. അപ്പൊ ഓർക്ക് ഒരാഗ്രഹവുമില്ല. അവസാനം പറഞ്ഞ് എന്നാ ഒരു ആഗ്രഹം പറയാം എന്ന് വന്നപ്പോ പറഞ്ഞ ആഗ്രഹമാണ് ദുന്യാവിലൊന്ന് പോയി വരാം. എന്തിന്? ഒന്നുകൂടെ ഷഹീദാവാൻ. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് വിശദമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതാണ് അഹ്ലുസ് സുന്നയുടെ അഖീദ. വഫാത്തായി പോയാൽ ദുന്യാവുമായുള്ള ബന്ധങ്ങൾ അവസാനിച്ചു, പിന്നെ ബർസഖി ലോകത്താണ്. ബർസഖി ലോകത്ത് അവർക്ക് സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും പ്രയാസവും എല്ലാം ഉണ്ടാവും. അത് മറ്റു ലോകമാണ്, ദുന്യാവുമായി അതിന് ബന്ധമില്ല. അതുകൊണ്ടാണ് മരിച്ചാള് എത്ര വലിയ ആളാണെങ്കിലും അവരെ ഭാര്യമാരെ വളരെ കല്യാണം കഴിക്കാം, അവരുടെ സ്വത്ത് ഓഹരി വെച്ചെടുക്കാം, അവരൊക്കെ കൈകാര്യം ചെയ്ത എല്ലാ മേഖലകളും മറ്റുള്ളവർക്ക് കൈമാറിപ്പോകാം. അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ സംസദ് മരിക്കുമ്പോ പുതിയ ആൾ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ മൂപ്പർക്ക് വിഷമാവൂലേ? അത് പിന്നെ നോക്കണില്ലല്ലോ. അടുത്ത ആൾ പ്രസിഡന്റായി, സെക്രട്ടറി ആയി, അത് വേണ്ട, പ്രസിഡന്റ് കാലാകാലം ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. അഹ്ലുസ് സുന്നയുടെ അഖീദ പ്രകാരം ദുന്യാവിലെ ജീവിതം അവസാനിച്ച് ബർസഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. എന്നാ ഷിയാക്കളെ വാദം ഒരുവിടെ വരുന്നതാണ്. ഷിയാ വിശ്വാസപ്രകാരം അവര് വരുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയും, എല്ലാത്തിനും ഇടപെടും, എല്ലാം നിയന്ത്രിക്കും, അവർക്ക് ചില പങ്കുണ്ട് എന്നാണ് ഷിയാ വിശ്വാസം. അതാ സൂഫി വിശ്വാസം. സൂഫി വിശ്വാസപ്രകാരം മരണം എന്ന പ്രതിഭാസം തന്നെ ഇല്ല. അത് ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിക്ക് താമസം മാറുന്നത് പോലെ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് കേവലം ഒരു ഇന്തിഖാൽ. ഈ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് താമസം മാറിപ്പോയി, ഒരു പുതിയ പുരണ്ടാക്കിയ സ്വാഭാവികമായിട്ടും പഴയ വീടാണ് ഒഴിവാക്കി പുതിയ വീട്ടിലേക്ക് മാറും എന്ന പോലെയുള്ളൂ മരണം എന്നത്. ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറി എന്ന് മാത്രമല്ല, മരിച്ച കഴിവ് കൂടുന്ന സൂഫിയുടെ വിശ്വാസം. ഈ ശരീരം ഒഴിവാക്കി, ഇതൊരു പുറന്തോടാണ്. ഈ പുറന്തോട് ഒഴിവാക്കുന്നതോടുകൂടി അവൻ സ്വതന്ത്രനായി. അതുവരെ ശരീരം പേറിക്കൊണ്ടാണ് റൂഹ് പോയത്. ഇനി ആ ശരീരം ഒഴിവായി, അപ്പൊ സുഖമായി. കാരണം ശരീരത്തിന് വിശക്കും, റൂഹിന് വിശക്കൂല. ശരീരത്തിന് ദാഹം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, രോഗം ഉണ്ടാവും, തളർച്ച ഉണ്ടാകും, ഉറക്കം വരും, മയക്കം വരും. ഈ ശരീരമാണ് ഒഴിവായി കിട്ടിയാലോ പിന്നെ അതൊന്നുമില്ല. അപ്പൊ മരിച്ചാൽ കഴിവ് കൂടും. അതാ സൂഫി വിശ്വാസം. പിന്നെ ഒരു ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, പിന്നെ രോഗമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, ഉറങ്ങണ്ട, മയങ്ങണ്ട. ഇതൊക്കെ ഒഴിവാകുമ്പോ മരിക്കുന്നതോടുകൂടി അവന്റെ കഴിവ് കൂടുകയാണ്. അതുകൊണ്ട് എവിടെ വിളിച്ചാലും വരാൻ പറ്റും, എവിടെയും ഓടിയെത്താൻ പറ്റും. പിന്നെ ഒരു ലിമിറ്റുകളുമില്ല. അല്ലെങ്കിലോ ഈ ശരീരം പേറിക്കൊണ്ട് വേണം പോകാൻ, അത് ഇടങ്ങാറാണ്. ഇതാ സൂഫിയുടെ ബേസ്. ഇത് ഷിയാക്കളുടെ വിശ്വാസം. അഹ്ലുസ് സുന്നക്ക് അങ്ങനെയില്ല. അഹ്ലുസ് സുന്നയെ സംബന്ധിച്ച് അങ്ങനല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പല വിഷയത്തിലും അഹ്ലുസ് സുന്നയുടെ നയനിലപാടുകളല്ല ഇന്ന് സമുദായത്തിലുള്ളത്. ഏത് രംഗത്തെടുത്താലും, മരണത്തിന്റെ വിഷയത്തിലായാലും, ശേഷമായാലും, ഖബർ ജീവിതമായാലും, മഹാന്മാരുടെ കാര്യത്തിലായാലും, ഇനി കലാമത്തിന്റെ വിഷയത്തിലാണെങ്കിലും, അമ്പിയൗലിയാക്കന്മാരുടെ വിഷയത്തിലാണെങ്കിലും, പടച്ചോന്റെ വിഷയത്തിലാണെങ്കിലും, അവിടെയൊക്കെ അഹ്ലുസ് സുന്നയുടെ നിലപാടല്ല ഇന്നുള്ളത്. ശിയാക്കൾ വാദിച്ചു ദീന് ലാഹിറും ബാത്തിനും ഉണ്ട്, പ്രത്യക്ഷവും പരോക്ഷവും ഉണ്ട്. എന്നാ ഷിയാക്കളുടെ വിശ്വാസം. ഖുർആനിൽ ഈ കാണുന്ന ആയത്തുകൾക്കെല്ലാം പ്രത്യക്ഷാർത്ഥമുണ്ട്, പരോക്ഷാർത്ഥമുണ്ട്. ആ പ്രത്യക്ഷാർത്ഥം കിതാബിൽ കാണും, പരോക്ഷാർത്ഥോ അത് അള്ളാഹ് നേരിട്ട് ചില ഇമാമിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് ഷിയാക്കളുടെ വിശ്വാസം. സൂറത്തുൽ ബഖറയിൽ കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. ഷിയാക്കൾ അർത്ഥം വെക്കുന്നറിയോ? അല്ലാഹു നിങ്ങളോട് പശുവിനെ അറുക്കാൻ പറയുന്നു. ഇത് ബാഹ്യാർത്ഥമാണ്, പ്രത്യക്ഷാർത്ഥമാണ്.
അതിന് ഉള്ളിൽ വേറെ അർത്ഥമുണ്ട്. ഷിയാക്കളെ വിശ്വാസപ്രകാരം അവിടെ ബഖറ എന്ന് പറഞ്ഞാൽ അത് ആയിഷ ബീവിയാണ്. അപ്പൊ അല്ലാഹ് ഇങ്ങോട്ട് ഒരു പശുവിനെ അടക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ആയിഷ ബീവിയുള്ള സ്നേഹം മനസ്സൊന്ന് അറുത്തു മാറ്റാൻ അള്ളാഹു കൽപ്പിക്കുന്നു എന്നാണ് ഈ ആയത്തിന് അർത്ഥം. അത് തഫ്സീറിൽ കാണൂല, അത് പരോക്ഷാർത്ഥമാണ്, ആന്തരികാർത്ഥമാണ്. തഫ്സീറിൽ കാണാൻ ബാഹ്യാർത്ഥാണ്. ഷിയാക്കൾക്ക് എല്ലാ ആയത്തിനും രണ്ടർത്ഥം ഉണ്ടാവും. ഒന്ന് ബാഹ്യമായ അർത്ഥം, മറ്റൊന്ന് ആന്തരികമായ അർത്ഥം. ഇസ്ലാമിന് ലാഹിറും ബാത്തിനും ഉണ്ട് എന്നാണ് അവർ വാദിച്ചത്. അത് നബി തങ്ങളെ അലിക്ക് മാത്രം സ്വകാര്യത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്, വേറാർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. അലിയിൽ നിന്ന് ഹസൻ ഹുസൈൻ അത് പഠിഞ്ഞു. അവിടെ നിന്ന് പിന്നെ അവർ ഇമാമിയങ്ങളെ കൈമാറിപ്പോന്നു. അത് ഇപ്പോഴിങ്ങനെ കൈമാറി ഞങ്ങളെ ഉസ്താദുമാർക്ക് ഇങ്ങനെ താവഴിയായി കൈമാറിപ്പോടുന്നുണ്ട്. അത് കിതാബിലൂടെ എഴുതിച്ചത് കാണൂല. മറജൽ ബഹ്റൈൻ യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. രണ്ട് സമുദ്രങ്ങൾ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, അവയ്ക്കിടയിൽ മറയുണ്ട്, അത് പരസ്പരം അതിക്രമിക്കുകയില്ല. നമ്മൾ പരിഭാഷയൊക്കെ കാണുന്ന അർത്ഥം. ഷിയാക്കള് പറയും ഇതിന്റെ ഉള്ളർത്ഥ മറജൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ ആ രണ്ട് ബഹർ അലിയും ഫാത്തിമയുമാണ്. യഖ്റുജു മിൻഹുമാ ലുഅ്ലു വൽ മർജാൻ, അതിൽ നിന്ന് മുത്തും പവിഴവും പുറത്തേക്ക് വരുന്നു, അത് ഹസനും ഹുസൈനുമാണ്. ഇങ്ങനെ എല്ലാത്തിനും പോലെ അർത്ഥം ഉണ്ടാക്കും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, നിങ്ങളെ വലിയ അല്ലാഹുവാണ്, റസൂലാണ്, വല്ലദീന ആമനു വിശ്വസിച്ചവരുമാണ്. ഷിയാക്കൾ പറയും അവിടെ വിശ്വസിച്ചു വന്ന അലിയാണ്. അപ്പൊ നിങ്ങളെ വലിയ അല്ലാഹ്, റസൂല്, അലി. അപ്പൊ റസൂല് കഴിഞ്ഞാൽ അടുത്ത ആള് അലിയാകുന്നു. അവിടെ അലി ഖലീഫയാകണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആന്തരിക അർത്ഥം. അത് സൂഫിയാക്കുണ്ട്, സൂഫികൾക്കുമുണ്ട് ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവുമുണ്ട്. നമ്മുടെ മലയാള ഭാഷയിൽ പോലും ആ നിലക്ക് പരിഭാഷയുണ്ട്. കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പരിഭാഷ എഴുതി. എന്താ പേര്? ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. ഖുർആൻ ഉൾസാര വ്യാഖ്യാനം, ഉൾസാരമാണ്. മറ്റു പരിഭാഷക്ക് എന്താണ്? ബാഹ്യമായ അർത്ഥമാണ്. ഈ പരിഭാഷ ഉൾസാരമാണ്, ബാത്തിലായ മഴയാണ്. അത് സൂഫി മഴയാണ്, ഷിയ മഴയാണ്. അതിന്റെ വാളപ്പതിപ്പാണ് ഇരുമ്പുഴിയിലെ ഒരു ചങ്ങാതിന്റെ. എന്താണ് അയാളുടെ പേര്? ഒരു മൊയ്തീൻ ഇരുമ്പുഴി. മൂപ്പരിങ്ങനെ ഖുർആൻ ആത്മാവ് ഇട്ട് പരിഭാഷ അത് തന്നെയാണ്, ആത്മാവാണ്. ഇത് ഷിയ വിശ്വാസമാണ്. ഇന്ന് തഫ്സീറുകളുടെ അർത്ഥം സ്വീകരിക്കൂല, അതൊക്കെ ബാഹ്യാർത്ഥം. ഇത് ആന്തരികാർത്ഥം. പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് പോലും അഹ്ലുസുന്നയുടെ റൂട്ടിൽ നിന്ന് ഈ സൂഫികൾ, സമസ്തക്കാർ വഴിമാറിപ്പോയിരിക്കുന്നുവെന്നർത്ഥം. അഹ്ലുസുന്നക്ക് രീതിയുണ്ട്. നബീനെ സ്വഹാബത്ത് കേട്ടത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത്, ആ സ്വഹാബത്ത് താബിഈകൾ മനസ്സിലാക്കിയത്, അവരിൽ നിന്ന് താബികൾ മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കി പോരണം. അതാ സലഫി മൻഹജു സലഫ്, സലഫുകളുടെ രീതിശാസ്ത്രം, ആദ്യകാല തലമുറകളുടെ രീതിശാസ്ത്രം. അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ തെറ്റൂല. അത് വേണ്ടതാണ് ഇവരൊക്കെ പറയുന്നത്. അത് ആവശ്യമില്ല, അത് വേണ്ട, അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു വിഭാഗം പിടുത്തം വിട്ടുപോയി, മറ്റൊരു വിഭാഗം ഇപ്പുറത്തേക്കും വഴി മാറിപ്പോയി. മുഅ്തസിലിയാക്കൾ, ഹദീസ് നിഷേധികൾ എല്ലാം സ്വീകരിച്ചത് അവനെ ബുദ്ധിമതി, സ്വഹാബത്ത് താബിഈകൾ നോക്കേണ്ട കാര്യമില്ല. മൻഹജു സലഫ് 5-ാം മദ്ഹബാണ്, 3-ാം പ്രമാണമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിച്ച് തള്ളി ഒരു വിഭാഗം ആളുകൾ. എന്തിനാ സ്വഹാബത്ത് നോക്കുന്നത്? എന്തിനാ താബിഈകൾ നോക്കുന്നത്? എന്തിനാ താബികൾ നോക്കുന്നത്? നമുക്ക് അർത്ഥം വെച്ചാൽ പോലെ എന്ന് വാദിച്ചവരാണ് മുഅ്തസിലിയാക്കൾ. ഖദരികൾ അതേ വാദമാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവര് പറഞ്ഞത്. ഖുർആൻ ഓതിട്ട് പറഞ്ഞു നിസ്കാരം 3 വക്തുള്ളൂ, 5 ഇല്ല. ഈ അർത്ഥം എവിടുന്ന് കിട്ടി, എന്തിനാ പെടുന്ന കിട്ടുന്നത് അത് വ്യക്തമല്ല. നമുക്ക് നിസ്കാരം 3 വക്ത് മതി, റമദാൻ നോമ്പ് 3 ദിവസം നോറ്റാൽ മതി. കടന്ത അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നല്ല ഖുർആൻ പറഞ്ഞത്. അയ്യാം എന്ന ബഹുവചനമാണ്, ബഹുവചനമാകാൻ മിനിമം 3 മതി. അതുകൊണ്ട് 3 ദിവസം നോമ്പോറ്റാൽ ഓനെ കടമ കഴിഞ്ഞു. എവിടുന്ന് അർത്ഥം കിട്ടി? അതില്ല, അത് നമുക്ക് കിട്ടിയതന്നെ. അബൂ ലൈല മൗദൂദി പറഞ്ഞു ഈ ദീൻ, ഇലാഹ്, ഇബാദത്തൊക്കെ പുതിയ അർത്ഥം കൊണ്ടുവന്നു. ദീൻ സ്റ്റേറ്റ് അർത്ഥം വെച്ചു. ദീനാണ് സ്റ്റേറ്റ് ആണ്, ഇബാദത്ത് അനുസരണയാണ്. എവിടുന്ന് അർത്ഥം കിട്ടി? മൗദൂദി പറഞ്ഞു ഈ ഇത്രയും കാലത്ത് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല, എനിക്കാണ് ഇപ്പൊ മനസ്സിലായത്. ഈ കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലത്ത് ആളുകൾക്ക് ഇത് മനസ്സിലായില്ല, അത് എനിക്കാണ് മനസ്സിലായത് എന്നാണ് അബൂ ലൈല മൗദൂദി വാദിച്ചത്. അറബിയിൽ ഒരു പേജ് പോലും ജീവിതത്തിൽ എഴുതിയിട്ടില്ലാത്ത മനുഷ്യൻ അബൂ ലൈല മൗദൂദി. ഒരു പേജ് പോലും അറബിയിൽ എഴുതിയിട്ടില്ല. അറബി പാണ്ഡിത്യമില്ല.
ജമാഅത്തേരി പറയുമല്ല, ഒരു വലിയ ആലിമായിരുന്നു, ഉറുദുവിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അറബി ഭാഷയിൽ പാണ്ഡിത്യമില്ല, അറബി ഭാഷയിൽ ഒരു പേജ് പോലും അദ്ദേഹം എഴുതിയിട്ടുമില്ല. എന്നിട്ട് മൂപ്പര് പറയാം, ലോകത്ത് ആർക്കും മനസ്സിലായില്ല, എനിക്കിപ്പോ മനസ്സിലായി. അത് അബദ്ധമാണ്. അതാ മൻഹജ് സലഫ് വിട്ടാൽ, സലഫുകളെ മാർഗം, സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ രീതിശാസ്ത്രം അത് വിട്ടാൽ ഇതാ സംഭവിക്കുക. അപ്പൊ അവനാന്റെ വക അർത്ഥം നമുക്ക് ഹദീസ് കൊടുക്കും, ഈ ഹദീസ് ഖുർആനെതിരാണ് എന്നാ വേണ്ട, ഈ ഹദീസ് ബുദ്ധിക്കെതിരാണ് എന്നാ വേണ്ട, ആ ഹദീസ് അനുഭവത്തിനെതിരാണ് എന്നാ വേണ്ട എന്ന് പറഞ്ഞ ഒഴിവാക്കുക. ശബാബിൽ ലേഖനം വന്നു 2016 ഓഗസ്റ്റ് 14. ലേഖനത്തിന്റെ ഹെഡിങ് ഹജറുൽ അസ്വദിന്റെ പോലീസാണ്. ശബാബ് വാരികയിൽ അപ്പൊ ഹെഡിങ് കണ്ടെന്ന് തോന്നുക ഹജറുൽ അസ്വദിന് പോലീസ് ഉണ്ടെന്ന് പറയാണ്. ലേഖനം വായിച്ചാലോ ഹജറുൽ അസ്വദിന് പോലീസ് ഇല്ലാന്ന് സ്ഥാപിക്കുക. അതിൽ പറഞ്ഞത് ഹജറുൽ അസ്വദ് സ്വർഗീയമായ കല്ലാണ് എന്നും അത് വെളുത്ത കല്ലായിരുന്നുവെന്നും പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയി എന്നും പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസ് സ്വീകാര്യമല്ല, കാരണം അത് അനുഭവത്തിന് എതിരാകുന്നു. ഹദീസ് ദഈഫാന്നല്ല, അനുഭവത്തിനെതിരാണ്. എന്താ അനുഭവം? പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തുപോയെങ്കിൽ നബിയും സ്വഹാബത്തും ചുംബിക്കുമ്പോൾ വെളുക്കേണ്ടതല്ലേ? ആ യുക്തിയാണ്. ഒരു വെളുത്ത കല്ല് പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയി, അപ്പൊ നബി ചുംബിച്ചല്ലോ, സ്വഹാബികൾ ചുംബിച്ചല്ലോ, അപ്പൊ വെളുക്കണ്ടേ? വെളുത്തിട്ടില്ല, അപ്പൊ എന്ത് മനസ്സിലാക്കുക? പണ്ട് കറുത്തിട്ടില്ല. അപ്പൊ ഈ ഹദീസോ, ആ ഹദീസ് അനുഭവത്തിനെതിരാണ്, അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. സംസം വെള്ളം ശിഫയാണ്, ഹദീസിലുണ്ട്. ശബാബിൽ 2016 ഓഗസ്റ്റ് 7 ശബാബിൽ ലേഖനം വന്നു. ആ ഹദീസ് സ്വീകാര്യമല്ല. എന്താ കാരണം? സംസം വെള്ളം കുടിച്ച് ശിഫ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ മക്കത്ത് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്? അതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ല, മനസ്സിലാക്കുക. എന്നാ പനിക്ക് പാരസെറ്റമോൾ കുടിച്ചാൽ മതി, നമുക്കൊക്കെ അറിയാലോ. പല സ്ഥലത്തും കാണാം പനി ക്ലിനിക്ക്. എന്തിനാ പനി ക്ലിനിക്ക്? ആ പാരസെറ്റമോൾ കുടിച്ചാൽ പോലെ. ആരെയും പറയും അങ്ങനെ? ഇത് യുക്തിവാദമാണ്. ഇതാ മുഅ്തസിലികൾ പറഞ്ഞത്. മുഅ്തസിലികൾ ആയിരക്കണക്കിന് ഹദീസുകൾ നിഷേധിച്ചു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, 2000-ഓ 3000-ഓ ഹദീസ് നിഷേധിക്കാതെ ഒരാൾക്ക് മുഅ്തസിലിയാവാൻ കഴിയില്ല. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതന്നെ ഇപ്പോൾ ഇപ്പം കാണുന്നത്. ഒരു ഹദീസ് എടുക്കുക, ഇത് ഖുർആനെതിരെ, ഈ ഹദീസ് ബുദ്ധിക്കെതിരെ, ആ ഹദീസ് അനുഭവത്തിനെതിരെ, ഒരു സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പ്രവണത സമൂഹത്തിൽ വ്യാപകമായി. അത് അഹ്ലുസ് സുന്നയല്ല. അഹ്ലുസ് സുന്നയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത് ബോധ്യമായാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു, അനുസരിച്ചു. വേറെ ചോദ്യമില്ല. സഹോദരങ്ങളെ, റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. നമ്മളെ പറ്റി ആലോചിക്കാം. എന്റെ വിശ്വാസം ഞാൻ എവിടുന്നാ പഠിച്ചത്? നമ്മുടെ അഖീദ എവിടുന്നാ പഠിച്ചത്? എവിടുന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. നമുക്ക് വഹയ്യല്ലോ, നമുക്ക് വഹയ്യൊന്നുമില്ല. അഖീദ വഹയ്യു പ്രകാരം മാത്രം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് പഠിച്ചെടുത്തേ പറ്റൂ. നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി മുൻഗാമികൾ എഴുതിയിട്ടുണ്ട്. ഇവയൊക്കെ അടിസ്ഥാനമാക്കി നമ്മുടെ അഖീദയെ ഒന്നുകൂടെ ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അഖീദ പഴച്ചാൽ റമദാൻ മാസം മുഴുവൻ പട്ടിയെടുക്കുന്നല്ലാതെ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല. അഖീദ പഴച്ചാൽ നമ്മൾ നിസ്കരിക്കും, പക്ഷേ ആ നിസ്കാരം സ്വീകാര്യം വരവല്ല. റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ് സഹർ. നബി തങ്ങൾ പറഞ്ഞു, എത്ര നോമ്പുകാർ ആ നോമ്പ് കൊണ്ട് പട്ടിണി മാത്രമേ കാര്യമുള്ളൂ. എത്ര നിസ്കാരക്കാർ ആ നിസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടുവെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ലാത്ത ആളുകൾ. നമ്മൾ നമ്മയെല്ലാം കാത്തുരക്ഷിക്കുവാനാണ്. അവിടെ നമ്മുടെ വിശ്വാസം പഠിക്കുക. അഹ്ലുസുന്ന പറഞ്ഞു പോയാൽ പോരാ, സുന്നത്തമായത്തിൽ നിന്ന് വെറുതെ അവകാശപ്പെട്ടാൽ പോരാ. എന്റെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമാണോ, എന്റെ ഓരോ സമീപനങ്ങളും അഹ്ലുസുന്നയുടെ സമീപനമാണോ എന്ന് പഠിക്കാൻ തയ്യാറാണ്. മഹല്ല് കമ്മിറ്റിക്കാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സാധാരണക്കാർ എല്ലാവരോടുമാണ്, എന്നോടുമാണ് ഒന്നാമതായി, ബാക്കി എല്ലാവരോടുമാണ് ഈ ഒരു നസീഹത്ത്. മഹല്ല് കമ്മിറ്റിന്റെ അപേക്ഷാ ഫോം എടുക്കുക, മെമ്പർഷിപ്പ് എടുക്കുക, ഫോം എടുക്കുക. ഉസ്താദന്മാർ ഒന്ന് സ്വസ്ഥമായി ആ ഫോം ഒന്ന് വായിക്കുക. പള്ളിയിലെ ഖതീബുമാര്, ഇമാമുമാര്, ഉസ്താദുമാര് ആ ഫോം എടുത്തിട്ട് ഒന്ന് മനസ്സറിഞ്ഞ് വായിക്കുക. അതിൽ പറഞ്ഞ ഓരോ വരിയും ഇത് അഹ്ലുസുന്നയുമായി എത്ര കണ്ട് യോജിക്കുന്നുണ്ട് എന്ന് ഒന്ന് അവനവന്റെ പരലോകം മുമ്പിൽ വെച്ചുകൊണ്ട് സ്വസ്ഥമായി ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ തിരിച്ചറിവുണ്ടാവും, റബ്ബേ ഇത് ശരിയല്ലല്ലോ,
ഈ വരി പറ്റൂതല്ലോ, ഇത് ദീനല്ലല്ലോ എന്ന് അവർക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അല്ലാതെ നമ്മളിപ്പോ നോക്കാൻ പോണ്ട, അതിപ്പോ എല്ലാവരും അങ്ങനെയല്ല, ഇനിയിപ്പോ അങ്ങനെ ആയിക്കോട്ടെ, അത് ദീനിന്റെ കാര്യത്തിൽ പറ്റൂല. അത് രാഷ്ട്രീയത്തെ പറ്റിയേക്കാം, ദുന്യാവിന്റെ കാര്യത്തെ പറ്റിയേക്കാം, ദീനിന്റെ വിഷയത്തിൽ അങ്ങനെയെല്ലാം ഇത് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണ്. ഇന്ന് മരിച്ചാൽ അവിടെ മുതൽ ആരംഭിക്കുന്ന ബർസഖി ലോകമുണ്ട്, ഖബറുണ്ട്, ശേഷം മഹ്ശറുണ്ട്, വിചാരണയുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്. ഇതെല്ലാം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, പച്ചക്ക് ചെന്ന് അനുഭവിക്കേണ്ടുന്ന അനുഭവങ്ങളാണ്, അവിടേക്കുള്ള വിഭവങ്ങളാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാത്തൊരിക്കൽ ദുന്യാവേ ഉള്ളൂ എല്ലാം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ദുനിയാവാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്, മസ്റഅയാണ് ദുനിയാവ്. മറ്റു മതസ്ഥർക്ക് ദീനില്ലാത്തവരൊക്കെ ലക്ഷ്യം ദുനിയാവാണ്, മാർഗം ദുനിയാവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? പരലോകത്തിന് വേണ്ടി. എന്തിനാ ജീവിതത്തിൽ ക്രമീകരണം പറ്റിയത്? പരലോകത്തിന് വേണ്ടി. എല്ലാം നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. അവിടെ ആ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. ഖൈറായത് പരലോകമാണ്, ഇതൊന്നും ബാക്കിയാകുന്നത് പരലോകമാണ് എന്ന് നമ്മൾ കേട്ടുപോകുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ആ പരലോകത്തിൽ രക്ഷപ്പെടണം, അതിനുവേണ്ടി പണിയെടുക്കണം, ലക്ഷ്യമതാകണം. ആ നെയ്യത്തിൽ നമ്മൾ പണിയെടുക്കുക. നമ്മുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, കർമ്മങ്ങളെ, സംസ്കാരങ്ങളെ എല്ലാം മനസ്സറിഞ്ഞ് പരിശോധിക്കാൻ തയ്യാറായാൽ നാട്ടിൽ കാണുന്ന പലതും ദീനല്ലാതെ മനസ്സിലാകും. നാട്ടിലുള്ള പല വിശ്വാസങ്ങളും അഹ്ലുസുന്നയല്ലാതെ മനസ്സിലാകും. ഇവിടെ കാട്ടിക്കൂട്ടുന്ന പല ഏർപ്പാടുകളും ദീനുമായി ബന്ധമുള്ളതല്ല, അഹ്ലുസുന്നയുടെ നിലപാടല്ല. പലതും ശിയായിസമാണ്, പലതും ഖദരിയത്താണ്, പലതും മുഅ്തസിലിയത്താണ്, പലതും ജബരിയത്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. ആ നിലക്ക് വസ്തുനിഷ്ഠമായി പഠിക്കാനും ബോധ്യമായത് ജീവിതത്തിൽ പാലിക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മുമ്പിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കണമെന്ന തീരുമാനം നമുക്ക് വേണം. ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയി, പലതും ഒരു പക്ഷെ അത്ര ബോധമില്ലാതെ അതെല്ലാം അങ്ങ് തള്ളിപ്പിട്ടതായിരിക്കാം. ചിലതൊക്കെ വെറുതെ കാര്യമായിട്ട് ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങിയും ഭക്ഷണം കഴിച്ചും അങ്ങാടി പോയും നേരം പൊക്കിയും ഒക്കെ തള്ളിക്കളഞ്ഞ റമദാനുകൾ ഒരു പക്ഷെ നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഈ റമദാന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി റമദാൻ കിട്ടുമോ അള്ളാഹു നമുക്ക് പറയാൻ പറ്റില്ല. ഈ റമദാനെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. അറിഞ്ഞുൾക്കൊള്ളുന്ന, പഠിച്ചുൾക്കൊള്ളുന്ന ഒരു റമദാനായി ഈ റമദാനിലെ മാറ്റം നമ്മൾ ശ്രമിക്കുക. നോമ്പിന്റെ വിധിവിലക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുക. പരമാവധി കൂലി കിട്ടണം, ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ശ്രദ്ധ കുറവ് കൊണ്ട്, അശ്രദ്ധ കൊണ്ട് ഒരു കൂലി പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി നമ്മൾ വെച്ച് പുലർത്തുക. അങ്ങനെ ഓരോ നിമിഷത്തിലും അത്താഴം കഴിക്കുന്നിടത്ത്, നോമ്പ് തുറക്കുന്നിടത്ത്, പള്ളിയിൽ പോകുന്നിടത്ത്, അങ്ങനെ തുടങ്ങിയ എല്ലാ രംഗത്തും എനിക്കെങ്ങനെ മാക്സിമം കൂലി വാങ്ങാൻ പറ്റുമെന്ന ആ ഒരു തിരിച്ചറിവും കാഴ്ചപ്പാടും ഉണ്ടായിക്കൊണ്ട് റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക, പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കാൻ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ എല്ലാം ഒന്നുകൂടെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് റമദാൻ മാസം. അന്ന് കേവലം കളി വിനോദങ്ങളിലായി മുഴുകേണ്ടതല്ല. ശഅബാൻ 1 മണിക്കൂറും റമദാൻ 1 മണിക്കൂറും ഒരുപോലെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതൊക്കെ ഉപയോഗപ്പെടുത്തി മാക്സിമം പ്രതിഫലം നേടിയെടുത്തുകൊണ്ട് സ്വർഗാവകാശമായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ സമയത്തും രോഗികളായി പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. റമദാൻ മാസം വരുമ്പോഴേക്കും അവർക്ക് വിഷമമാണ്, റബ്ബേ ഈ റമദാനെങ്കിലും നോമ്പെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. ഈ റമദാനിലും ഹോസ്പിറ്റലായി പോകുമോ എന്ന് പേടിക്കുന്ന മനുഷ്യന്മാരുണ്ട്. റമദാനിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സാധുക്കളുണ്ട്. റബ്ബ് അവർക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം ജോലിയിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ, ആയുസ്സിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.